ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം നമുക്ക് എടുക്കാം. ഒരു നിമിഷം നമുക്ക് ഇന്നത്തെ ദൂതനായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ തിരുസന്നിധിയിൽ വന്നിരിക്കുന്നു. ജനത്തെ കർത്താവ് തൃക്കൺ പാർക്കണമേ. പുരുഷാരത്തെ കണ്ട മനസ്സലിഞ്ഞ കർത്താവേ, ഒരു ബാലകന്റെ കയ്യിലെ ആ ചെറിയ അപ്പകഷ്ണങ്ങളെ വാഴ്ത്തി ജനത്തിന് മുഴുവനും തൃപ്തി വരുത്തിയ ദൈവപുത്ര, രാത്രി ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഈ ചൂട് സഹിച്ച് ഈ തിരക്കിന് വന്നിരിക്കുന്നതിന്റെ ജനം തൃപ്തിയോടെ വണങ്ങത്തക്കവണ്ണം കർത്താവ് അത്ഭുതം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ വായിക്കാം. ഇന്നലെ നാം വായിച്ച തിരുവചനം തന്നെ ദാനിയേൽ 11:32. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും, അവൻ പ്രവർത്തിക്കും. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും, അവൻ പ്രവർത്തിക്കും. നമുക്ക് ഒരു ഉപരിപ്ലവമോ ആവേശമോ മാത്രമല്ല, നമുക്കൊരു നിലനിൽപ്പുണ്ട്. നാം നിൽക്കണം. ആദ്യകാലത്ത് ഈ സുവിശേഷം വിശ്വസിച്ച് ആളുകൾ മുന്നോട്ടിറങ്ങിയപ്പോൾ
കണ്ടു നിന്നവർ പറഞ്ഞു, 1 or 2 കൊല്ലം കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് നശിക്കും, അത് കഴിഞ്ഞാൽ അവരെല്ലാം തിരിച്ചു പോരും. പക്ഷെ അങ്ങനെ പറഞ്ഞവരൊക്കെ ഇപ്പൊ ഇതിലേക്ക് വന്നു. ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ആവേശം മാത്രമല്ല, ഇതിനൊരു നിലനിൽപ്പുണ്ട്. ഇത് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതതുപോലെ ഇത് അടിസ്ഥാനമുള്ള ഒരു യാത്രയാണ്. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ് ഇതിന്റെ നിൽപ്പ്. ഇത് കാറ്റടിച്ചാൽ വീഴുകയില്ല. ഇത് കൊടുങ്കാറ്റിൽ നിൽക്കുന്ന വൃക്ഷമാണ്. മഴ പെയ്തു, വെള്ളം പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ അത് വീണില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാത്രി ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം, അനേക പ്രാവശ്യം കാറ്റടിച്ചു, അനേക പ്രാവശ്യം വെള്ളം പൊങ്ങി, പ്രാണനോളം എത്തി, മുങ്ങി പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ മുങ്ങിയില്ല. കഴിവ് കൊണ്ടല്ല, പണം കൊണ്ടല്ല, സ്വാധീനം കൊണ്ടല്ല, വിദ്യാഭ്യാസം കൊണ്ടല്ല, പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ അത് വീണില്ല. എന്നാൽ ഇതിനേക്കാൾ മിടുക്കന്മാർ വീണു. മാത്രമല്ല, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. കാരണം അന്വേഷിച്ചപ്പോൾ അത് മണലിന്മേൽ അടിസ്ഥാനമുള്ളതായിരുന്നു. ഇന്ന് രാത്രി ദൈവജനമേ, നിന്റെ നിലനിൽപ്പെന്ന് പറഞ്ഞത് ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതാണ്. സ്തോത്രം. ഒരുപക്ഷെ നല്ല വിദ്യാഭ്യാസം കാണും, ഒരുപക്ഷെ നല്ല ജോലി കാണും, ഒരുപക്ഷെ നല്ല ആരോഗ്യവും നല്ല പൊസിഷനും കാണും. എന്നാൽ ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭക്തൻ നിലനിൽക്കും. അത്തിവൃക്ഷം തളർത്തില്ലെങ്കിലും ഭക്തൻ നിലനിൽക്കും. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടായാൽ സന്തോഷം, കന്നുകാലികൾ ഉണ്ടെങ്കിൽ സന്തോഷം, കാർ ഉണ്ടെങ്കിൽ സന്തോഷം. എന്നാൽ ഈ അഥവാ ഇതില്ലെങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. ഇത് ഉണ്ടാകുന്നതിന് നമ്മൾ എതിരൊന്നുമല്ല. കാരണം ദൈവവചനത്തിലെ ഭക്തന്മാരൊക്കെ മഹാസമ്പന്നന്മാരായിരുന്നു. അബ്രഹാമിനെ പോലെയുള്ള ആളുകളൊന്നും അത്ര ചെറിയവരൊന്നും അല്ലായിരുന്നു. അവരുടെ സമ്പത്ത് അവരുടെ ഭക്തിക്ക് തടസ്സമായിരുന്നില്ല. എന്നാൽ നമ്മുടെ പോളിസി ഇതല്ല. ഈ സമ്പത്ത് കൂടുകയോ കുറയോ ചെയ്യുന്നത് എന്റെ ആത്മീയതയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ടീച്ചിങ്ങിന്റെ പ്രത്യേകത. ഇന്നിപ്പോ ആളുകൾ ഈ പ്രോസ്പെരിറ്റി എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഞാൻ ഇതിന്റെ രണ്ടിനും കൂടി ഇടയ്ക്ക് നിന്നുകൊണ്ട് പറയുക, പ്രോസ്പെരിറ്റി ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കൾക്ക് ദൈവം സമൃദ്ധി തരും. ആര് പറഞ്ഞു തരികയെന്നോ? തന്നുകൊണ്ടല്ലേ എവിടെ ഇരിക്കുന്നത്? തന്നുകൊണ്ടല്ലേ എവിടെ ഇരിക്കുന്നത്? ദൈവം സമൃദ്ധി തരും. പക്ഷെ സമൃദ്ധിക്ക് വേണ്ടി അല്ല ഞാൻ വിശ്വാസത്തിൽ വന്നത്. സമൃദ്ധിക്ക് വേണ്ടി അല്ല ഞാൻ ദൈവത്തെ വിളിച്ചത്. അഥവാ ഈ സമൃദ്ധിക്കെതിരെ ഒരു പുഴുക്കുത്തു വീണാലും, അഥവാ ഈ സമൃദ്ധിക്കെതിരെ ഒരു കഷ്ടകാലം നേരിട്ടാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഞാൻ സമൃദ്ധിയിൽ വിശ്വസിക്കുന്നു. എന്നാൽ സമൃദ്ധിക്ക് ഒരു കോട്ടം വന്നാലും എന്റെ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. അപ്പോ ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ ഉറച്ചു നിൽക്കുന്നതിന്റെ കാരണം അവന്റെ ഉള്ളിൽ കിട്ടിയ അറിവാണ്, അവന്റെ ഉള്ളിൽ കിട്ടിയ വെളിപ്പാടാണ്. ദൈവത്തെ കുറിച്ചുള്ള ബോധ്യമാണ് നമ്മെ നിലനിർത്തുന്ന ഘടകം എന്ന് പിന്നെയും നിങ്ങളെ ഓർപ്പിക്കട്ടെ. അപ്പോ നിലനിൽക്കണമെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള അറിവ് ആഴത്തിലേക്ക് പോകണം. നിലനിൽക്കുക. ഇന്ന് രാത്രി ഉറച്ചു നിൽക്കുന്നതിന്റെ പ്രാധാന്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ദൈവത്തെ കുറിച്ചുള്ള ഒരു അറിവ് നമ്മെ മാനസാന്തരത്തിലേക്കും കൂട്ടായ്മയിലേക്കും ഒക്കെ കൊണ്ടുവന്നു. ജീവിതത്തിൽ വ്യത്യാസം വന്നു. എന്നാൽ തുടർന്നുള്ള നിലനിൽപ്പിന് 10 കൊല്ലം മുമ്പുള്ള ഒരു അറിവ് പോലെ, 20 കൊല്ലം മുമ്പുള്ള ഒരു അറിവ് പോലെ. റോമർ 1, പെട്ടെന്നെടുത്തേ റോമർ 1. ഒന്നിന്റെ 9-10. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദേവേശത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ശ്രദ്ധിച്ചേ, ഞാൻ
എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അവിടെ വലിയ അത്ഭുതമൊന്നുമില്ല, സാധാരണ ഒരു വാക്യമാണെങ്കിലും ഒരു മർമ്മം നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെടട്ടെ. പൗലോസ് ശ്ലീഹ വിശ്വാസത്തിൽ വന്ന് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ താൻ ദൈവത്തെ സാക്ഷി നിർത്തുക. എന്നാൽ അത്രത്തോളം അത്യാവശ്യം വന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത്രത്തോളം അത്യാവശ്യം വന്നു. തന്നെ ചിലർ തെറ്റിദ്ധരിച്ചു. താൻ റോമിലുള്ള ദൈവമക്കളെ കാണാൻ ഉത്സാഹിച്ചില്ല എന്നൊരു തെറ്റിദ്ധാരണ വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ പലപ്പോഴും അവിടെ വരാൻ ആഗ്രഹിച്ചു, എന്നാൽ വരാൻ സാധിച്ചില്ല എന്നുള്ളതിന് ഇനിയുള്ളതാ ശ്രദ്ധിക്കേണ്ടത്. അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. എന്റെ ചോദ്യം, അങ്ങനെയാണോ പറയണ്ടേ? ഡമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് ഞാൻ കണ്ട ദൈവം എനിക്ക് സാക്ഷി എന്ന് പറയാറുന്നില്ലേ? ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ വെച്ച് എന്റെ ചങ്ങളെ അഴിച്ച ദൈവം എനിക്ക് സാക്ഷി എന്ന് പറയാൻ മേലെ? ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്ഭുതങ്ങൾ ചെയ്ത ദൈവം എനിക്ക് സാക്ഷി എന്ന് പറയാൻ മേലെ? 100 മിറക്കിൾ നിരനിരയായി പുറകിൽ നിൽക്കുന്ന ഒരു ഭക്തൻ ഇപ്പൊ പറയാണ്, ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഒന്ന് ശ്രദ്ധിക്കണേ, ഒരല്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമായി പറയുന്നത്. പൗലോസിന് ദമസ്കോസിലെ അനുഭവം ഇപ്പോൾ ഇതിന്റെ മുമ്പിൽ ഒന്നുമല്ല. പൗലോസിന് ഫിലിപ്പിയാവിലെ അനുഭവവും ഇതിന്റെ മുമ്പിൽ ഒന്നുമല്ല. പൗലോസ് കണ്ട അത്ഭുതങ്ങൾ വളരെ വലുതാണ്. എന്നാൽ താൻ ഇപ്പോ പറയുന്നത്, ഞാൻ എന്റെ സ്പിരിറ്റിൽ, എന്റെ ആത്മാവിൽ അറിയുന്ന എന്ന് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം, അറിയുന്ന ദൈവം എനിക്ക് സാക്ഷി. ഞാൻ എന്റെ ആത്മാവിൽ 24 hours ആരാധിക്കുന്ന, സഭായത്തിനുള്ള കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ ആത്മാവിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം വർഷിപ്പ് ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, റിലേറ്റ് ചെയ്യുന്ന എന്റെ ദൈവം എനിക്ക് സാക്ഷി. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ മർമ്മം എനിക്കൊരു പഴയ സംഭവം അല്ല പറയാനുള്ളത്. എനിക്കൊരു ഫ്രഷ് റിലേഷൻ, എനിക്കൊരു വളരെ ചൂടുള്ള റിലേഷൻ, എനിക്ക് വളരെ പുത്തനൊരു ബന്ധം എന്റെ ദൈവത്തെ കുറിച്ച് പറയാനുണ്ട്. ഇന്ന് രാത്രി സഹോദരങ്ങളെ, നമ്മെ നിർത്തുന്ന ഘടകം ഒരു അറിവല്ല, ഒരു പഴയ അറിവല്ല. ഇന്ന് രാത്രി തികച്ചും വ്യത്യസ്തമായ ആഴമുള്ള അനുഭവങ്ങളോടെ നമുക്ക് കർത്താവിനെ ഉയർത്തുവാൻ സാധിച്ചെങ്കിൽ നന്നായിരുന്നു. ഹല്ലേലൂയ. അതെ, പണ്ട് 50 കൊല്ലം മുമ്പ്, 60 കൊല്ലം മുമ്പ്, 30, 40, 20 കൊല്ലം മുമ്പ് ഉണ്ടായ അനുഭവം ചെറുതൊന്നുമല്ല, നല്ലതാണ്. അതാണ് നമ്മെ കൊണ്ടുവന്നത്, അതാണ് നമ്മെ നിർത്തിയത്. എന്നാൽ ഇന്ന് നമുക്ക് അത്രയും പുറകിൽ പോയി ആലോചിക്കാതെ ഇന്നലത്തെ ഒരു ബന്ധം പറയാൻ പറ്റുമോ? ഇന്നത്തെ ഒരു ബന്ധം പറയാൻ പറ്റുമോ? ബില്ലി ഗ്രഹാം പറഞ്ഞ ഒരു സംഭവം എത്രയോ ദേവദാസന്മാര് പറഞ്ഞതാ. അദ്ദേഹത്തോട് ആളുകൾ ചെന്ന് പറഞ്ഞു, ദൈവം മരിച്ചു എന്ന്. എന്നിട്ടൊരു പുസ്തകം കൊണ്ട് ഇട്ട് കൊടുത്തു, ദൈവത്തിന്റെ മരണം എന്ന പുസ്തകത്തിന്റെ പേര്. പത്രപ്രവർത്തകരാ ചെന്നത്. ബില്ലി ഗ്രഹാം ഇരുന്ന കസരന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വാചാലോട്ട് നോക്കിയിട്ട് ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് സമയം ഓർമ്മയുണ്ടോ? ദൈവം മരിച്ച സമയം ഓർമ്മയുണ്ടോ? അവരന്തം വിട്ട് നിൽക്കുമ്പോൾ പുള്ളി പറഞ്ഞു, 10 മിനിറ്റിന് മുമ്പ് ഞങ്ങൾ ഒന്ന് സംസാരിച്ച, മരിച്ചെങ്കിൽ അതിന് ശേഷം മരിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. 40 കൊല്ലം മുമ്പ് ഒരു അത്ഭുതം ഞാൻ കണ്ടു എന്നുള്ളതല്ല ഇന്ന് രാത്രി നിന്നെ നിർത്തുന്ന ഘടകം. ഇന്ന് രാത്രി നിന്നെ നിർത്തുന്ന ഘടകം, ഇന്ന് രാവിലെ നീ വിളിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു. ഇന്ന് രാവിലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയോ? ഇന്ന് രാവിലെ വർത്തമാനം പറഞ്ഞോ? ഞാൻ ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അതൊരു നിയോഗമായിട്ട് ഞാൻ എടുക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കയറുക. ദൈവത്തോട് സംസാരിക്കാൻ നമുക്കൊരു കോഡുണ്ട്. കോഡ് 1 കൊരിന്ത്യർ 14:2. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ
മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. മനുഷ്യരോടല്ല. ശ്രദ്ധിച്ചേ, മനുഷ്യരോടല്ല. മനുഷ്യരോട് സംസാരിക്കാൻ മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, അറബിക്കുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ദൈവത്തോട് സംസാരിക്കാൻ ഒറ്റ ഭാഷയെ തന്നിട്ടുള്ളൂ, അന്യഭാഷ. സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ബഹുമാനിക്കണം. നമ്മൾ ഇതിനെ കുറച്ചുകൂടി ഒന്ന് അറിയണം. നമ്മൾ ഇതിനെ കുറെ കൂടി ഒന്ന് ഓപ്പറേറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു എവിടെയോ ചില വിമർശനങ്ങളോ, എവിടെയോ ചില തരംതാഴ്ത്തലുകളോ, എവിടെയോ ചില കുറ്റം പറച്ചിലുകളോ ഒക്കെ ആളുകളുടെ ചെവിക്കകത്ത് കയറി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അന്യഭാഷയെയും ആത്മകർമ്മയുടെ ജീവിതത്തെയും പുറകോട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടാട്ടെ, ഇതൊരു ദാനമാണ്, ഇതൊരു കോഡാണ്, ഇത് തമ്പുരാൻ തന്നതാണ്. ഇത് കളയരുത്, ഇത് ഉപയോഗിക്കണം, ഇത് ശക്തിയോടെ ഉപയോഗിക്കണം, ഇത് വലിയ ആവേശത്തോടെ ഉപയോഗിക്കണം. നീ ആരോട് വർത്താനം പറയുന്നത് അറിയാമോ? നീ മഹാരാജാവിനോട് വർത്താനം പറയുന്നത്. ഭൂലോകത്തെ നിയന്ത്രിക്കുന്നവനോട് നിനക്ക് 24 hours കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദൈവം തന്ന സംവിധാനമാണ് ഈ ഭാഷ. മനുഷ്യരോടല്ല, മനുഷ്യരോടല്ല, ദൈവത്തോട് അത്രേ സംസാരിക്കുന്നു. അടുത്ത പ്രയോഗം വായിച്ചു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ആരും ആരും 3 കൂട്ടരെ ഞാൻ അവതരിപ്പിക്കാം. 1 പറയുന്നയാള്, 2 കേൾക്കുന്ന മനുഷ്യര്, 3 പിശാച്. ഈ 3 കൂട്ടരും തിരിച്ചറിയുന്നില്ല. എന്നാൽ ഒരാൾ അറിയുന്നുണ്ട്. ഞാൻ ആരോട് പറയുന്നു അവൻ അറിയുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് സംസാരിച്ചോ? ഇന്ന് സംസാരിച്ചോ? ഇന്നലെ സംസാരിച്ചോ? ഇവിടെ നടന്ന വഴി സംസാരിച്ചോ? കാലയിലിരുന്ന് സംസാരിച്ചോ? ജോലിയിലിരുന്ന് സംസാരിച്ചോ? ഇരിക്കുന്ന സംസാരിച്ചോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവ് വളരെ പഴക്കം ചെന്നതായിരിക്കരുത്. ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവ് ഒരു സ്വപ്നമായിരിക്കരുത്, ഒരു ഊഹമായിരിക്കരുത്, ഒരു പഴയ കഥയായിരിക്കരുത്. പഴയ കഥകൾ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ദൈവം നടത്തിയ വഴികൾ പറയാം, പറയണ നല്ല പറഞ്ഞു വന്നു. ദൈവം നടത്തിയ വഴികൾ ഓർക്കാം, ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് ധ്യാനിക്കാം, അതിനൊന്നും തെറ്റൊന്നുമില്ല. എന്നാൽ ദൈവം നിനക്ക് ഇന്ന് എങ്ങനെ ഇരിക്കുന്നു? ഇന്നത്തെ ബന്ധമാണ് നമ്മെ നിർത്തുന്ന ഘടകം. നമ്മെ നിർത്തുന്ന ഘടകം ഇന്നത്തെ ബന്ധമാണ്. ദാനിയേൽ പറയുന്ന ഈ വാക്കുകളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ദാനിയേൽ ഉറച്ചു നിന്നു. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വേഗത്തിൽ തിരിച്ചു വരാം. ദാനിയേലിന്റെ പുസ്തകം 1:21. ദാനിയേലോ കോരേശ് രാജാവിന്റെ 1-ാം ആണ്ടുവരെ ജീവിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് ജീവിച്ചിരുന്ന രാജാവും അത് കഴിഞ്ഞു വന്ന രാജാവും ഒക്കെ മാറിപ്പോയെങ്കിലും ദാനിയേൽ നിൽക്കുക. 10-ാം അധ്യായത്തിലായി കോരേശിനെ കാണുന്നത്. അവിടം വരെയും ഈ മനുഷ്യൻ നിലനിന്നു. ദൈവത്തെ അറിയുന്നവൻ നിൽക്കും. ധനവാന്മാർ നിൽക്കത്തില്ല, ബുദ്ധിമാന്മാർ നിൽക്കത്തില്ല. അവരൊക്കെ പെട്ടെന്ന് നിഴല് പോലെ മാഞ്ഞു പോകും. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ ആകുന്നു. അവരെല്ലാം വെറും നിഴല് പോലെ നടക്കുന്നു. അവരെല്ലാം പെട്ടെന്ന് മാഞ്ഞു പോകുന്നു. എന്നാൽ ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ദാനിയേൽ നിന്നു. പക്ഷേ അവൻ വളരെയധികം വേദനകളിലൂടെ കടന്നുപോയി. അവൻ വളരെയധികം വെല്ലുവിളികളെ അഭിമുഖീകരിച്ചു. അവൻ വളരെയധികം ദുഃഖങ്ങളിലൂടെ കടന്നുപോയി. അവൻ ഭയത്തിലൂടെ കടന്നുപോയി. ഒന്ന് വിവരിച്ചോട്ടെ. ഇവിടെ ധാരാളം ആളുകൾ പുതിയതായിട്ടും ദൈവവചനം കേൾക്കുന്നുണ്ട്. പുറത്തിരുന്ന് ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതർക്കും വന്ദനം. വളരെ ബന്ധപ്പാടോടുകൂടെ ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. വെറും പാട്ടും കൊട്ടും ഉണർവും മാത്രം കൊണ്ട് പിരിച്ചുവിടുന്നതല്ല സുവിശേഷ യോഗം. വളരെ കൃത്യമായ സിസ്റ്റമാറ്റിക്കായ പ്രമാണം ദൈവസഭയ്ക്കുണ്ട്. നമ്മുടെ ദൈവത്തിന് പാട്ട് കേട്ടാൽ ഇഷ്ടമാണ് എന്ന് മാത്രം നമ്മൾ ധരിക്കരുത്. നമ്മൾ പാടും, ഇഷ്ടംപോലെ പാടണമെന്ന് അഭിപ്രായമുള്ള ആളാണ് ഞാൻ. എന്നാൽ ഓർക്കണം,
ദൈവത്തിന് ഒരു സ്വഭാവമുണ്ട്, അവൻ വിശുദ്ധനാണ്. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിക്കും. സഹോദരി സഹോദരന്മാരെ, ഈ മാർഗത്തിലോട്ട് വന്നെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും, ഓരോ വർഷം കഴിയും തോറും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരണം. ആരും വന്നപ്പം വിശുദ്ധരൊന്നും അല്ലായിരുന്നു, ആരും പൂർണ്ണരും അല്ലായിരുന്നു. എന്നാൽ അത് പറഞ്ഞ് ഉഴപ്പരുത്. ആരാ ഈ പൂർണ്ണരുള്ള? അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. നാം വിശുദ്ധിക്ക് വേണ്ടിയാ വന്നത്. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും ഭക്ഷണപാനീയത്തിലും കുടുംബജീവിതത്തിലും സാമ്പത്തിക വിഷയത്തിലും സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിലും ദൈവമക്കൾ വിശുദ്ധർ ആയിരിക്കണം. കുത്തഴിഞ്ഞ രീതികൾ ഏത് രാഷ്ട്രം നടത്തിയാലും, ഏത് കുടുംബത്തിൽ നടത്തിയാലും, ഏത് സഭയിൽ നടത്തിയാലും ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഈ 1-ാം അധ്യായത്തിൽ ഒരു ന്യായവിധിയാണ് കാണുന്നത്. 1-ാം വാക്യം ആരംഭിക്കുന്നത്, യഹോവയായ ദൈവം ഇസ്രായേലിനെ ബാബിലോണിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. 1:1-2. എന്തുകൊണ്ട് ഏൽപ്പിച്ചു? അവർ ദൈവ വഴി വിട്ടുപോയതുകൊണ്ട്. ബാബിലോണിന്റെ കയ്യിൽ കൊടുത്തത് ഒരു ശിക്ഷാകാലയളവായിരുന്നു, അങ്ങനെ ഏൽപ്പിച്ചു. എന്നാൽ അക്കൂട്ടത്തിലും പ്രാർത്ഥിക്കുന്നവർ ഉണ്ടായിരുന്നു. അങ്ങനെ ബാബിലോണിൽ അടിമകളായി പിടിച്ചുകൊണ്ടുപോയവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരന്റെ പേരാണ് ദാനിയേൽ. അവിടെ പെട്ടെന്നെടുത്ത ഒരു തീരുമാനപ്രകാരം ഈ കുട്ടികളെ ഗവൺമെന്റിലേക്ക് ഒരു ചാൻസ് കിട്ടി. അങ്ങനെ അവർക്ക് രാജകീയമായ ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചു. ആ ട്രെയിനിങ്ങിന് വേണ്ടി അവരെ സെലക്ട് ചെയ്തിട്ട് ആദ്യമേ ചെയ്തത് അവരുടെ പേര് മാറ്റി. ആ പേര് മാറ്റിയ ശേഷം അവരുടെ ഭക്ഷണ രീതിയും മാറ്റി. അവർക്ക് പാലസിൽ നിന്നുള്ള പ്രത്യേക ഭക്ഷണം കൊടുക്കാൻ ഓർഡറായി. 2 പ്രതിസന്ധി ഒരുമിച്ച് വന്നു. ഒന്ന്, അവരുടെ പേര് മാറ്റി. അവരുടെ പേരുകൾ ആത്മീയ അർത്ഥമുള്ളതായിരുന്നു. ദൈവം എന്റെ ന്യായാധിപതി എന്നായിരുന്നു ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ ഒരു ആശയമുള്ള, ഒരർത്ഥമുള്ള, ഒരു മെസ്സേജുള്ള പേരിടാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചാലും. പണ്ടത്തെ പോലെ 10 പേരൊന്നും ഇനിയും കണ്ടുപിടിക്കണ്ടല്ലോ, 1-2 പേര് മതിയല്ലോ. ഒരു അർത്ഥമുള്ള പേര് കണ്ടുപിടിക്കുക. അവസരങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. നമുക്ക് കിട്ടുന്ന ചാൻസ് നമുക്ക് ഉപയോഗിക്കാം. അതെ, ദാനിയേലിന്റെ പേര് അവർ മാറ്റിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ഇട്ടു. 2 കാര്യം ഇതിൽ ശ്രദ്ധിക്കണം. പിശാചിന് പേര് പ്രധാനമാണ്, ദൈവത്തിനും പേര് പ്രധാനം. നിങ്ങൾ ഇടുന്ന പേര് തന്നെയാ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ളത്. ദൈവം ഇന്ന് നിങ്ങളെ ഭൂമിയിലോട്ട് വിളിക്കുകയാണ്, നിങ്ങളുടെ പേരിലാ വിളിക്കുന്നത്. സക്കരിയാവേ എന്ന് ദൈവം വിളിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം സക്കരിയാവിന്റെ പേര് അവിടെ ഉണ്ടെന്നാ. അപ്പൊ നിങ്ങളുടെ പേര് ഏതാണെങ്കിലും തമ്മിൽ അങ്ങ് അംഗീകരിക്കും, അല്ലേ? അപ്പൊ പേരിന് പ്രാധാന്യതയുണ്ട്. ദൈവം ചിലരോട് പേര് മാറ്റാൻ പറയുന്നു. അപ്പൊ പേരിന് പ്രാധാന്യതയുണ്ട്. ചെറിയ കാര്യമാണെങ്കിലും കരുതിക്കൊള്ളുക, ചെറുതല്ല. നിങ്ങൾക്ക് ഒരു പേരേ ഉള്ളൂ, അതായിരിക്കും മരണം വരെ ഉള്ളത്. എങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്താം. പിശാചിന് ഇത് പ്രധാനമാണ്. അതുകൊണ്ട് ഇവന്റെ ദൈവത്തിന്റെ പേര് ഇവന് മാറ്റണം, എന്നിട്ട് നമുക്കിഷ്ടമുള്ള പേരിടണം എന്ന് പറഞ്ഞ് ഇവര് കമ്മിറ്റി കൂടി. നിവൃത്തിയില്ലാതെ വന്നപ്പോ ഈ ദൈവദാസന്മാർ മൗനം അവലംബിച്ചു. എന്തുകൊണ്ട് ഇവരെ എതിർത്തില്ല? എന്റെ വിശ്വാസം അവർ വളരെ പരിജ്ഞാനമുള്ളവരായിരുന്നു. വെറുതെ എതിർത്തിട്ട് കാര്യമില്ല. വിടുതൽ, വിജയം എടുക്കാവുന്നിടത്ത് വേണം എതിർക്കാൻ. അവർ മൗനം ദീക്ഷിച്ചു. പല കാരണങ്ങളുണ്ട്, പൊതുവിൽ അതെല്ലാം വിവരിക്കാൻ നേരെയില്ല. അടുത്ത ദിവസം കേട്ട വാർത്തയാണ് അവരുടെ ഭക്ഷണവും വ്യത്യസ്തമാണ്. ഉടനെ ഇവർ ചെറുപ്പക്കാർ കൂടിയിട്ട് പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തു. നമുക്ക് ഒരു തീരുമാനം എടുക്കാം, ഈ ഫുഡ് നമുക്ക് വേണ്ട. അപ്പൊ അതിനകത്തൊരു ചോദ്യം, അപ്പൊ പിന്നെ എന്ത് കഴിക്കും? അറിയില്ല. എങ്ങനെ മുന്നോട്ട് പോകും? അറിയില്ല. കഴിച്ചില്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് നടപടി ഉണ്ടാവുമോ? അറിയില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന്, നമുക്ക് തീരുമാനം അങ്ങെടുക്കാം. തീരുമാനമെടുക്കുമ്പോൾ ഭാവി എന്തെന്നറിയില്ല.
നാളെ എന്തെന്നറിയില്ല, ആക്ഷൻ എന്തെന്നറിയില്ല, അനന്തരഫലം പരിണിത ഫലം അറിയില്ല. തീരുമാനം എടുത്തു. എന്താ തീരുമാനം? നമുക്കിത് കഴിക്കണ്ട. ആ സമയം വായിക്കുമ്പോൾ എളുപ്പമാണെങ്കിലും അതൊരു ഭയങ്കര ടെൻഷനാണ്. തീരുമാനം എടുത്തു. എന്നിട്ടോ ഇനി നമുക്ക് പതുക്കെ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യാം. ഫുഡിന്റെ ചുമതല വഹിക്കുന്ന ഞങ്ങളോട് പറഞ്ഞു, ദയവായി ഒരു ഉപകാരം ചെയ്യണം, ഞങ്ങൾക്ക് വെജിറ്റേറിയൻ തരണം, നോൺ വെജ് ഞങ്ങൾ കഴിക്കത്തില്ല. ഉടനെ അവര് പറഞ്ഞു, ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, ഇത് നിയമമാണ്, നിങ്ങൾക്ക് ഇത് തന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നം വരും. അവര് പറഞ്ഞു പ്ലീസ്. വളരെ ഒരു കോംപ്രമൈസിലേക്ക് വന്നു. എന്താ പ്രശ്നം? നിങ്ങളുടെ വെയിറ്റ് കുറയരുത്, നിങ്ങൾ എല്ലാ വിധത്തിലും ഡീസന്റ് ആയിരിക്കണം, അതിനാണ് ഈ ഫുഡ് നിയമിച്ചിരിക്കുന്നത്. ദാനിയേൽ പറഞ്ഞു അതറിയില്ല, ക്ലൂ കിട്ടി. വെയിറ്റ് കുറയരുത്, വെയിറ്റ് കൂട്ടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. പിന്നെ കളറ് അത് കൂട്ടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. പിന്നെ വിദ്യാഭ്യാസം അതൊക്കെ ഞങ്ങൾ ഏറ്റു. ഫുഡൊന്ന് മാറ്റി തന്നേരെ. അയാൾ പറഞ്ഞു എന്തേലും കുഴച്ചിൽ വന്നാലോ 10 ദിവസം കഴിയുമ്പോൾ തീരുമാനം പറയാം, 10 ദിവസം വെജിറ്റേറിയൻ തരിക. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ ഭാഗം ഒത്തെങ്കിൽ ഞങ്ങളെ വെറുതെ വിട്ടേരെ. അയാൾ സമ്മതിച്ചു. അങ്ങനെ 10 ദിവസത്തെ ഒരു പരീക്ഷണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. സഹോദരി സഹോദരന്മാരെ, ഇവിടെ അയാൾ ദൈവത്തെ അറിയുകയായിരുന്നു. പച്ചക്കറി കൊണ്ടുണ്ടായ ഒരു അഭിവൃദ്ധിയൊന്നും അല്ലത്, പ്രകൃതി ചികിത്സയുടെ ഒരു ഗുണമൊന്നും അല്ല അവിടെ കണ്ടത്. ആ അധ്യായം വീട്ടിൽ പോയി വായിക്കണം. അവർക്ക് സാമർഥ്യം, ബുദ്ധി, കഴിവ്, സൗന്ദര്യം, ജ്ഞാനം, വിവേകം എല്ലാം വർദ്ധിച്ചു. ഇതാര് ചെയ്തു? ദൈവം ചെയ്തു. എത്ര ദിവസം കൊണ്ട്? 10 ദിവസം കൊണ്ട്. വിശ്വസിക്കുകയാണ്, വിശ്വസിച്ചു. ദൈവത്തിന് മാറ്റം വരുത്താൻ പറ്റും. ദൈവത്തിന് നിങ്ങളുടെ പൊസിഷൻ മാറ്റാൻ പറ്റും. ദൈവത്തിന് നിങ്ങളുടെ ആരോഗ്യ നില മാറ്റാൻ പറ്റും. ദൈവത്തിന് നിങ്ങളുടെ ശാരീരിക സ്ഥിതി മാറ്റാൻ പറ്റും. ദൈവത്തിന് നിങ്ങളുടെ മാനസിക നില മാറ്റാൻ പറ്റും. ഏത് നിയമത്തെയും മറികടക്കത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഏത് നിയമത്തെയും മറികടക്കത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പക്ഷേ വളരെ ലളിതമായിട്ട് ഞാനൊരു കാര്യം അങ്ങ് പറയട്ടെ. ദൈവത്തെ അറിയാന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം അറിയണം. എന്താ സ്വഭാവം? വിശുദ്ധിക്ക് വേണ്ടി കോംപ്രമൈസ് ഇല്ല. ഈ കാര്യം ദാനിയേലിന് നന്നായിട്ട് അറിയാം. വിശുദ്ധിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. അപ്പൊ ആരാണ്ടൊക്കെ അശുദ്ധരാണല്ലോ പാസ്റ്ററെ, അതെന്തിനാ നമ്മളറിയുന്നേ? നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയും ഈ മറ്റൊരാളെ വിധിക്കുകയും മറ്റൊരാളെ നോക്കുകയും ചെയ്യുന്നതാണ് എല്ലാ അപകടത്തിനും കാരണം. വേറെ ആരെയും അളക്കാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് നമ്മെ തന്നെ നോക്കാനേ അവകാശമുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ തുറന്നെന്ന് പറയുന്നു, ഒരു വിശുദ്ധിയുടെ പ്രമാണമില്ലാതെ ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്നത് ബോഷ്കാണ്. ദൈവത്തെ അറിഞ്ഞവന്റെ ഉള്ളിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ദാഹം, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ഭയം, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു നടുക്കമുണ്ട്. അവനൊരു വാക്ക് പറയുമ്പോൾ ഒന്നുകൂടി ആലോചിക്കും. അവനൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ഒന്നുകൂടി ആലോചിക്കും. അവനൊരു ടെലിഫോൺ വിളിക്കുമ്പോൾ ഒന്നുകൂടി ആലോചിക്കും. അവനൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ഒന്നുകൂടി ആലോചിക്കും. അവനൊരു ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി ആലോചിക്കും. എന്താ ആലോചിക്കുന്നേ? എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ബൈബിളിലെ മറ്റൊരു കഥാപാത്രമാണ്, ദാനിയേലിനെ പോലെ മറ്റൊരു കഥാപാത്രമാണ് ജോസഫ്. ജോസഫ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യും? ഞാൻ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യും? ലോകത്തിൽ ആരും നിന്നെ കാണാത്തപ്പോഴും ദൈവം നിന്നെ കാണുന്നു എന്ന ചിന്ത നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ദൈവത്തെ അറിയുന്നു. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവിക സ്വഭാവം അറിയുക. നാം സേവിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം, അവൻ പരിശുദ്ധനാണ്. അവൻ പാപത്തോട് വിട്ടുവീഴ്ചയില്ലാത്തവനാണ്. പാപം ചെയ്യുന്ന കുടുംബങ്ങൾ അതിന്റെ പിഴ കിട്ടും. വിശ്വാസത്തിൽ വന്ന് ദൈവകൃപയിൽ വന്ന ശേഷം ചെറിയ ചെറിയ തെറ്റുകൾ, ചെറിയ ചെറിയ വീഴ്ചകൾ, ചെറിയ ചെറിയ പാപങ്ങൾ നമ്മൾ അനുവദിച്ചാൽ അത് വലുതാകും. നമ്മൾ അറിയത്തില്ല, വഷളത്വത്തിലേക്കും
മ്ലേച്ഛതയിലേക്കും ക്രമേണ പോകും. ദൈവത്തെ അറിയുന്നവൻ ദൈവത്തിന്റെ സ്വഭാവം അറിയണം. ഈ ദൈവത്തിന് വേർപെട്ട ഒരു ജനത്തെ ആവശ്യമുണ്ട്. ഈ ദൈവത്തിന് ഒരു വിശുദ്ധ ജനത്തെ ആവശ്യമുണ്ട്. വസ്ത്രത്തിലും ഭക്ഷണത്തിലും വർത്തമാനത്തിലും ഇടപാടിലും ദൈവത്തെ അറിയുന്നവൻ വ്യത്യസ്തനായിരിക്കും. ദൈവത്തെ അറിയുന്നവൻ വ്യത്യസ്തത നിലനിർത്തും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ദൈവത്തെ അറിയുന്നവൻ വ്യത്യസ്തത നിലനിർത്തും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. 1-ാം അധ്യായത്തിൽ ദാനിയേൽ ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു. ഇങ്ങനെ ഈ വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ ദൈവം സഹായിക്കുമോ? സഹായിക്കും. വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ ദൈവം സഹായിക്കുമോ? സഹായിക്കും. ലാഭങ്ങൾ വേണ്ടെന്ന് വെച്ച്, നേട്ടങ്ങൾ വേണ്ടെന്ന് വെച്ച് ദൈവത്തിലേക്ക് നോക്കിയാൽ ദൈവം സഹായിക്കുമോ? സഹായിക്കും. ഈ തലമുറയിൽ ഇത് അനുഭവിച്ചിട്ടുള്ള ഭക്തന്മാർ ഇഷ്ടം പോലെയുണ്ട്. ഈ തലമുറയിൽ ഇത് രുചിച്ചറിഞ്ഞ ഭക്തന്മാർ ഒന്നല്ല രണ്ടല്ല ധാരാളം പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രമാണത്തിന് വേണ്ടി നിന്നാൽ ദൈവമാർക്കും കടക്കാരനല്ല. ദാനിയേൽ ഒരു തീരുമാനമെടുത്തു, നമുക്ക് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാം. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ദൈവവചനം കേട്ടു. എന്താണ് നിങ്ങളെ കുഴച്ചിരിക്കുന്നത്? മാക്സിമം ലോകവും കൂടെ ചേർത്തു പോകാനാണോ ആഗ്രഹിക്കുന്നത്? അതോ മാക്സിമം ലോകത്തെ ഒഴിവാക്കാനാണോ ആഗ്രഹിക്കുന്നത്? മാക്സിമം വിശുദ്ധ ജീവിതമാണോ ആഗ്രഹിക്കുന്നത്? അതോ മിക്സഡ് ജീവിതമാണോ ആഗ്രഹിക്കുന്നത്? മാക്സിമം ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അതോ മനുഷ്യരെ പ്രസാദിപ്പിക്കണമെന്നാണോ? ഏതായാലും ഒരു ചേഞ്ചിന് ഒരുങ്ങുക. ഒരു ചേഞ്ചിന് ഒരുങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കണം. ഒരു ചേഞ്ചിന് ഒരുങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കണം. ദൈവവചനത്തിന്റെ പത്യോപദേശം തിരഞ്ഞെടുക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ തിരഞ്ഞെടുക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപദേശം കണ്ടെത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഒരു ചെറിയ അയവ് അനുവദിച്ചാൽ അത് വലിയ അയവായി മാറും. ആകയാൽ ചെറിയ കാര്യത്തിൽ പോലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ജീവിതത്തിനായി നിങ്ങൾ എത്ര സമർപ്പിക്കുമോ? ന്യായീകരിക്കുകയാണെങ്കിൽ ഏത് പാപവും പാപമല്ലാതെ ആക്കാം. ഇപ്പൊ ഇത് തന്നെ എടുക്കുക, ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുക. ഓ, നമ്മൾ സ്വതന്ത്രം ചെയ്ത് അങ്ങ് കഴിച്ചെന്നോർത്ത് എന്നാ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. ഇതുപോലെ ഏത് പാപവും സ്വതന്ത്രം ചെയ്താൽ പിന്നെ കുഴപ്പമില്ല. ഇന്നാളെ ഒരാൾ പറയുന്നത് കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഏത് പാപം ക്ഷമിക്കും. അപ്പോ ഇങ്ങനെ നമുക്ക് റീസൺ ചെയ്ത് കളയാനാണെങ്കിൽ എളുപ്പമാണ്. ഇതിങ്ങനെ ഒരു കാലത്തേക്ക് വന്നിരിക്കുക. പാപം ഏതാണെന്നല്ലേ ഇപ്പൊ അറിയാൻ പറ്റും. ഒരു സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് ചർച്ച വന്നു, സ്ഥലം പറയുന്നില്ല. ചെറുപ്പക്കാർ എഴുതുന്നത് ചോദ്യത്തിനകത്ത് അത് പാവാണോ, ഇത് പാവാണോ, അത് പാവാണോ. ചുരുക്കി പറഞ്ഞ ഇവർക്കൊന്നും പാവമല്ല, ഇവർക്കൊന്നും പാവമല്ല. ഇതൊരു ഭയങ്കര തട്ടിപ്പാണ്. കുറേശ്ശെ കുറേശ്ശെ കനം കുറച്ച് കൊണ്ടുവരിക, ഒന്നും പാവമല്ലാതെ ആകുകയാണ്. വചനത്തിന് വേണ്ടി നിൽക്കുക. നമ്മുടെ ദൈവം കോംപ്രമൈസ് ഇല്ലാത്ത ദൈവമാണ്. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക. നമ്മുടെ ദൈവം കോംപ്രമൈസ് ഇല്ലാത്ത ദൈവമാണ്. നീ വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. നീ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. നീ വചനത്തെ ഉയർത്തിയാൽ അവൻ നിന്നെ ഉയർത്തും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിന്നെ ആദരിക്കും, നിന്റെ തലമുറയെ ആദരിക്കും. നമുക്ക് കിട്ടുന്ന ചില ലാഭങ്ങൾ ചിലപ്പോൾ പൊട്ടെന്ന് വെക്കേണ്ടി വരും. ഇത് ഉഗ്രൻ ഫുഡാ വേണ്ടെന്ന് വെച്ചത്. അതോട് ബന്ധപ്പെട്ട് പലതും ചിലപ്പോൾ പോയിക്കാം. പിടിച്ചു നിൽക്കുക. ദൈവം കരുതുന്ന ഒരു സമയമുണ്ട്. യൗവനക്കാരെ പിടിച്ചു നിൽക്കുക. വിശുദ്ധിയിൽ പിടിച്ചു നിൽക്കുക. വചനത്തിൽ പിടിച്ചു നിൽക്കുക. ഉപദേശത്തിൽ പിടിച്ചു നിൽക്കുക. ദൈവം ഇത് കാണുന്നുണ്ട്. ദൈവം ഇത് കാണുന്നുണ്ട്. ദൈവം ഇത് കാണുന്നുണ്ട്. നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയുന്നു, എപ്പോഴെങ്കിലും നിങ്ങൾ നാട്ടിൽ വരികയാണെങ്കിൽ ഒരു മനുഷ്യനെ കാണിച്ചു തരാം. തമ്പി എന്ന പേര്. ഒരു ചെറിയ സ്കൂട്ടറിൽ നടന്ന സൂചന പ്രസംഗിക്കുക. ഈ ചെറുപ്പക്കാരൻ ഭ്രാന്തനായിരുന്നു. ഓടയിൽ കിടക്കുന്ന ചെളിവാരി മുഖത്ത് തേക്കുന്ന ഭ്രാന്തൻ. ഇതിന് ചികിത്സയുണ്ടോ? ഇതിന് മരുന്നുണ്ടോ? ഒന്നുമില്ല. ചെളിവാരി മേത്ത് തേച്ചുകൊണ്ട് റോഡിൽ കൂടെ ഓടുക നടക്കുകയും ചെയ്യുന്ന ഭ്രാന്തൻ.
കവലയിൽ നിന്ന് വെറുതെ സുവിശേഷം പ്രസംഗിക്കുക ഉപദേശിമാർ. ഈ ഭ്രാന്തന്റെ ഉള്ളിൽ എന്തോ കയറിക്കൊണ്ടു. അവന് വേണ്ടി അവന് പ്രാർത്ഥിച്ചു. ക്രമേണ അവന് സുബോധം വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കേട്ടാ വിശ്വസിക്കുകയല്ല. അവൻ സൈക്കിളെ മൈക്ക് കെട്ടി കേരളം മുഴുവൻ നടന്ന് യേശു ഭ്രാന്തനെ സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറയുക. ഇങ്ങനെ പറഞ്ഞു വിരോധം വന്നു. സഭായോഗത്തിൽ സാക്ഷിക്ക് സമയം കൊടുത്തു. അറിയാൻ മേലല്ലോ എങ്ങനെയുള്ള ആളാണെന്നൊന്നും. അതുകൊണ്ട് 10 മിനിറ്റേ കൊടുത്തുള്ളൂ. 10 മിനിറ്റിന്റെ പകുതിയായപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഇനി സമയം ഇഷ്ടം പോലെ എടുത്തോളാം പറഞ്ഞു. സ്തോത്രം. യോഗം കഴിഞ്ഞ് ഈ മനുഷ്യന് ഭക്ഷണമൊക്കെ കൊടുത്ത് പോകാൻ നേരത്ത് ഞാൻ ചോദിച്ചു, ബ്രദർ എവിടെയാ താമസിക്കുന്നത്? ഞാൻ കനാലിന്റെ പുറമ്പോക്കിലാണ്. അത് ശരി. ബ്രദറിനൊരു വീട് വെക്കാനായിട്ട് അവിടെ എത്ര സെന്റ് സ്ഥലം വേണ്ടി വരും? 3 സെന്റ് സ്ഥലം മതി. എന്ത് വില വരും? ഒരു 2000 രൂപ വില വരുന്നത്. ഓ അത് ശരി, അത്ര വിലയാണോ അവിടെ? ഇത് കുറെ വർഷം മുമ്പാണ്. ഞാൻ പറഞ്ഞു, ബ്രദർ ധൈര്യമായിട്ട് സ്ഥലം കണ്ടു. ബ്രദറിനൊരു വീട് വെക്കാനുള്ള ക്രമീകരണങ്ങൾ ഞാൻ സഹോദരന്മാരുമായിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിച്ചു പോകാത്ത പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഈ മനുഷ്യൻ പറയാം, പാസ്റ്റേ വീടല്ല ഇപ്പൊ അത്യാവശ്യം. ഇപ്പൊ പാസ് പറഞ്ഞ കണക്കും പ്രകാരം 6000 രൂപ തരാമെന്നല്ലേ. അതിഞ്ഞ് തന്ന സൈക്കിൾ മാറ്റി ഒരു സ്കൂട്ടറാണ്. അതെന്തിനാ ബ്രദറെ? സൈക്കിൾ കൊണ്ട് ഏറിയ കവർ ചെയ്യാൻ പറ്റത്തില്ല. ഭ്രാന്തനെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഇതുവരെ ഒരിടത്തുമില്ല. ഇത് മാക്സിമം ഏറിയ കവർ ചെയ്യല്ലോ. വീടൊക്കെ പിന്നെ വന്നോളൂ. ഇത് സ്വർഗത്തിലെ ദൈവം കേട്ടു. ഇത് ദൈവം കേട്ടുന്നേ. ഇത് ദൈവം കേട്ടു. ഞങ്ങൾ ഈ പറഞ്ഞു തന്നെ ഒരു സ്കൂട്ടർ തന്നെ മേടിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ ഒരു ദിവസം 100-150 മൈല് യേശു ഭ്രാന്തനെ സൗഖ്യമാക്കി ഇത് പറഞ്ഞുകൊണ്ട് നടക്കുക. ഒരു പാവം മനുഷ്യനാ. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം എന്നെ വന്ന് വിളിക്കുക, പാസ്റ്ററെ വീടൊന്ന് പ്രതിഷ്ഠിക്കണം. ഞാൻ ചോദിച്ചു, അതെങ്ങനെ ഇപ്പൊ വീട് പ്രതിഷ്ഠിക്കുന്നത്? അതൊക്കെ നടന്നു. ഒന്ന് പറയാമോ കഥ? ഇങ്ങനെ പ്രസംഗിച്ച് ഒരു കവല പ്രസംഗിക്കുമ്പോൾ ഫെഡറൽ ബാങ്കിലെ മാനേജർ കേട്ടോണ്ടിരിക്കുക. യോഗം കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ആ ചെറുപ്പക്കാരനോട് ഈ ബാങ്കിൽ ഒന്ന് വരാൻ പറയാമോ? കയറി ചെന്നപ്പോ ചോദിച്ചു, തനിക്ക് ലോൺ വേണോ? ഇവൻ പറഞ്ഞു, എന്റെ മോന് സാറേ ലോൺ മേടിച്ചാ തിരിച്ചടയ്ക്കണ്ടേ? അവിടെ അയാൾ പറയാ, അതിനൊക്കെ വകുപ്പുണ്ട്, ഞാൻ ലോൺ എടുത്തു. ഒരു മാനേജർക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക സ്കീമിൽപ്പെടുത്തി ഈ മനുഷ്യനൊരു തുക അനുവദിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ സ്ഥലം മേടിച്ചു. ബാക്കി ആരണ്ടൊക്കെ ഇടപെട്ട് വീട് പണിതു. ഞാൻ ഈ വീട് പ്രതിഷ്ഠിക്കാൻ പോകാൻ നേരത്ത് ഒരാളെ വിളിച്ചു ചോദിച്ചു, ഈ ചെറുക്കൻ എന്നാ ഒരു സമ്മാനം മേടിച്ചു കൊടുക്കണ്ടേ? നമ്മൾ പോണതല്ലേ. അപ്പൊ പറഞ്ഞു, ക്ലോക്ക് മേടിക്കരുത്, കാരണം ഒരു ഭിത്തിയിൽ 2-3 എണ്ണം ആയി കഴിഞ്ഞു. പിന്നെ ഫർണിച്ചർ ഒന്നും മേടിക്കരുത്, കട്ടിൽ 4 എണ്ണം ചാരി വെച്ചിരിക്കും. നേരെ ഇടാൻ സ്ഥലമില്ല. എനിക്ക് നേരാണോ ഈ പറയുന്നത്? അതെ. ഇതെങ്ങനെ സംഭവിച്ചു? അത് അവിടെ വരുമ്പോ പറയാവുന്നു. ഞാൻ ഈ ചെറുപ്പക്കാരനെ വിളിച്ചു ചോദിച്ചോടോ, ഇതെങ്ങനെ ഇത്രയും സംഭവത്തിനകത്ത് വന്നേ? എന്റെ മുന്നതായ ഈ പെരപണിയുന്നതിനിടയിൽ ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുക. പുത്തൻ കുരിശനെ എടുത്തെങ്ങാണ്ട് ഒരു വല്യപ്പൻ യോഗം കഴിഞ്ഞപ്പോ പറഞ്ഞു, വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ പറയാണ്, ഞാൻ ഇവിടുന്ന് കുടുംബമായിട്ട് പോവുക ആസ്ട്രേലിയക്ക് കണ്ട്. എന്റെ ഫർണിച്ചർ കൊടുക്കാൻ പറ്റിയ ഒരാളെ തപ്പിയിരിക്കുകയാണ്. താനൊരു വലിയ ലോറി വിളിച്ചോണ്ട് വന്ന് കയറ്റിക്കൊണ്ട് പോകണം. അപ്പൊ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാം, എന്റെ പൊന്നു താറെ വലിയ പാണ്ടി ലോറി വിളിക്കേണ്ടതായിരുന്നു. എനിക്ക് അത്രയും ധൈര്യം ഇല്ലാതെ ഞാനൊരു 407 വിളിച്ചത്. അതിൽ കയറ്റാവുന്ന എല്ലാം കയറ്റി, എന്നിട്ട് ഈ പെരുക്കാത്ത ഉള്ളു കയറി ബാക്കിയെല്ലാം ചാരി വെച്ചിരിക്കുകയാണോ? ഇത് കേട്ടോണ്ടിരുന്ന പിള്ളേരെ ചെറുപ്പക്കാരെ കുറച്ചു പേര് ഇതിലേക്ക് സമർപ്പിച്ചു. പരസ്യം നടത്താൻ പലർക്കും ഉത്സാഹമായി അത് കേട്ടപ്പോ. ഈ കിട്ടുന്ന ലാഭം എല്ലാം മേടിച്ചെടുക്കാതെ, കിട്ടുന്ന ലാഭത്തിന് പുറകെ ചാടി വീഴാതെ, സ്വർഗത്തിലൊരു ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസത്താൽ, എന്നെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസത്താൽ, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസത്താൽ മുന്നോട്ട് പോകുന്ന നിനക്ക് വേണ്ടി കരുതാൻ അവൻ മറക്കുമോ? അവൻ മറക്കത്തില്ല. ഇന്ന് രാത്രി സഹോദരങ്ങളെ, ദൈവത്തെ അറിയുക. ദാനിയേലിനോട് ചോദിച്ചില്ല, നിന്റെ നിലനിൽപ്പിന്റെ രഹസ്യം എന്താണ്? അവൻ ദൈവത്തെ വീണ്ടും അറിയുകയാണ്. 2-ാം അധ്യായത്തോട് കയറുമ്പോൾ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കാം. ഈ രഹസ്യത്തെ കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ
കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസരിയാവോടും കാര്യമറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ദാനിയേലിന് ദർശനം വെളിപ്പെട്ടു. 28-ാം വാക്യം. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് മതി. ഇദ്ദേഹം രണ്ടാമത് ദൈവത്തെ അറിഞ്ഞത് ആദ്യത്തേതിനേക്കാൾ വളരെ ഉയർന്ന അളവിലാണ്. നോക്കാം. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ പുള്ളി അത് മറന്നും പോയി. നാട്ടിലുള്ള ആർക്കും കിടക്കുകയും വേണ്ട. ഈ പുള്ളി അനൗൺസ് ചെയ്തു, ഞാനൊരു സ്വപ്നം കണ്ടു, ആ മറന്നുപോയി. നിങ്ങളത് പറഞ്ഞോണം, ഇല്ല എല്ലാരെയും കൊല്ലുക മാത്രമല്ല വീട് ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്ത് കയറ്റി. അവിടുത്തെ ശിക്ഷ എങ്ങനെയാണ്? ഇങ്ങനെയും ഒരു കാലം ഉണ്ടായിരുന്നു. എന്തൊരു ബോധക്കേടാണ്. ഇങ്ങനൊരു സ്വപ്നം കാണാൻ വലിയൊരു പറഞ്ഞു, അഥവാ കാണുകയാണെങ്കിൽ മറക്കാതിരിക്കട്ടെ. ഇതിനിപ്പോ ആൾക്കാരെന്നാ ചെയ്യും? നാട്ടിൽ വലിയ പ്രശ്നമായി, വലിയ പ്രതിസന്ധിയായി, ഭരണം പ്രതിസന്ധി വന്നിരിക്കുക. എന്താണ്? രാജാവ് സ്വപ്നം കണ്ടു മറന്നുപോയി. ഒരു നിവൃത്തിയില്ല. അവിടെ കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ വിളിക്കുന്നത് ആഭിചാരകന്മാർ, മന്ത്രവാദികൾ തുടങ്ങിയുള്ള ലക്ഷണവിദ്യക്കാരൊക്കെയാണ്. എനിക്ക് തോന്നുന്നു അവർ ഗവൺമെന്റ് ശമ്പളം വാങ്ങുന്നവരാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ടതാണ് ആഭിചാരകന്മാർ. നമ്മള് വിദ്യാഭ്യാസം ഇല്ലാത്ത നാടുകളെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലായിടത്തും മന്ത്രവാദമാണ് പ്രധാനം. ആഭിചാരവും മന്ത്രവാദം എല്ലായിടത്തും. ഇത് മുഴുവൻ പിശാചിന്റെ ചരക്കുകളാണ്. വാസ്തവത്തിൽ ഈ കിങ്ഡം ഭരിക്കുന്നത് മന്ത്രവാദികളാണ്. രാജാവിനോട് ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറയുന്നത് ഇവരാണ്. അപ്പൊ ആഭിചാരകന്മാരും മന്ത്രവാദികളാലും കൺട്രോൾ ചെയ്യുന്ന ഒരു രാഷ്ട്രം നോർത്തു വയ്ക്കുക. അവിടെയാണ് പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്ന ഭക്തന്മാർ വന്നിരിക്കുന്നത്. ഈ മന്ത്രവാദം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടോ? ഉണ്ട്. അതിന് ശക്തിയുണ്ടോ? അതിന് ശക്തിയുണ്ട്. എന്നാൽ അതിന് മുകളിൽ പവറുള്ള ഒരാളെ ഉള്ളൂ, അത് കർത്താവായ യേശു. സ്തോത്രം. 100 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. എന്റെ സെന്റർ പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷകൻ ഞാൻ ഒരു ദിവസം ഒരു കത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള മന്ത്രവാദി 15 ദിവസം നിങ്ങൾക്ക് ഇനി ആയുസുള്ളത്, 15 ദിവസം നിങ്ങൾക്ക് ഇനി ആയുസുള്ളത്. ഈ ചെറുപ്പക്കാരൻ ഓടി പിറവത്ത് വന്നു. ഇതെന്നെ വായിച്ചു കേൾപ്പിച്ചു, വിവരം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 15 ഉണ്ടല്ലോ, എനിക്ക് അതുപോലും. കാരണം ഞാൻ ഇന്നത്തേക്കുള്ള കൃപ ദൈവത്തോട് മേടിച്ചോണ്ടിരിക്കും. പുള്ളിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു ബ്രദറെ ശ്രദ്ധിച്ച് കേക്ക്, നിങ്ങൾക്ക് 15 ഉണ്ടെന്ന് ചെകുത്താൻ പറഞ്ഞില്ലേ, ധൈര്യമായിട്ട് പോക്കൂ, നമുക്ക് അതുപോലെ ഇല്ലെന്നേ. നാളെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കാ ഉറപ്പുള്ളേ? നിങ്ങൾക്ക് പിശാചുകൾ ഉറപ്പൊന്നുമില്ല 15 ദിവസം ഉണ്ടെന്ന. ധൈര്യമായിട്ട് പോക്കോ, ആ 15 ദിവസം ധൈര്യമായിട്ട് പ്രസംഗിച്ചു. എന്നിട്ടും പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, ബ്രദറെ, ഭൂമിയിൽ ആർക്കും നാളെ ജീവിക്കുമെന്ന് ഉറപ്പില്ല. നിങ്ങൾ ഭാഗ്യവാനാണ്, നിങ്ങൾക്ക് ഒരു 15 ദിവസത്തെ ഉറപ്പ് കിട്ടിയല്ലോ. പേടിക്കണ്ട, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 15 കഴിഞ്ഞു, വർഷം 7 കഴിഞ്ഞു. ഇപ്പൊ അന്വേഷിച്ചപ്പോൾ ആ കക്ഷി സ്ഥലത്തില്ല. ഏതാ? കത്ത് കൊടുത്തു വിട്ടയാണ്. അവര് സ്ഥലം വിറ്റുപോയി. ഭൂമിയിൽ മന്ത്രവാദമുണ്ട്, ആഭിചാരമുണ്ട്. പക്ഷെ ദൈവത്തെ ആശ്രയിക്കാത്തവനെ ഇത് ബാധിക്കും. ദൈവത്തെ അറിയാത്തവനെ ഇത് ബാധിക്കും. അവനെ വിരട്ടും, അവനെ തളർത്തും, അവനെ കൊല്ലും, അവനെ വല്ലാതെ പേടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാ ബാബിലോൺ മുഴുവൻ അടക്കി ഭരിക്കുന്നത് മന്ത്രവാദികളാണ്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. ദാനിയേലും കൂട്ടരും പ്രാർത്ഥന തുടങ്ങി. എന്റെ വിശ്വാസം പറയാ, കർത്താവേ, ഞങ്ങളുടെ ഭക്ഷണ വിഷയത്തിൽ നീ പ്രവർത്തിച്ചു. ഈ രാഷ്ട്രത്തിൽ നീ ദൈവമാണെന്ന് തെളിയിക്കാൻ ഒരു സംഭവം ഉണ്ടാക്കണം. ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഈ മന്ത്രവാദ പട യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകണമെന്ന് പ്രാർത്ഥിച്ചു കാണും. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്കറിയാം ദേശത്തെ വാഴ്ചകൾ. ആത്മാവിൽ യുദ്ധം ചെയ്യുന്നവർക്കറിയാം ദേശത്തെ ശക്തികൾ. ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നെടുക്കാൻ കഴിയുകയില്ല. ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ദേശാധിപതി ആരാണെന്ന് ആത്മാവിൽ വെളിപ്പെടും. ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്നു,
ദാനിയേലിനും കൂട്ടർക്കും മനസ്സിലായി മന്ത്രവാദികളാണ് ഇവിടുത്തെ പ്രധാന കക്ഷികൾ. നോക്കണേ, പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ കൈ മന്ത്രവാദികൾക്ക് പ്രതികൂലമാണ്. ഇപ്പോൾ രാജാവ് പറയുകയാണ് മന്ത്രവാദികളുടെ വീട് ഇടിച്ചു നിരത്താൻ ഓർഡർ ഇടുക. മന്ത്രവാദികളോട് പറയുകയാണ് സ്വപ്നം വ്യാഖ്യാനിക്കണം. നോക്കണേ, അവര് വിഷമിച്ചു. ദാനിയേൽ 2-ാം അധ്യായം 6, 7, 8, 9 പെട്ടെന്ന് വായിക്കാം. സ്വപ്നവും അർത്ഥവും അറിയിച്ചാലോ നിങ്ങൾക്കുള്ള സമ്മാനവും പ്രതിഫലവും ബഹുമാനവും ലഭിക്കും. അതുകൊണ്ട് സ്വപ്നവും അർത്ഥവും അറിയിപ്പീൻ. അവർ പിന്നെയും രാജാവ് സ്വപ്നവടികളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാമെന്ന് ഉണർത്തിച്ചു. അതിന് രാജാവ് മറുപടി കൽപ്പിച്ചത്, വിധി കൽപ്പിച്ചു പോയി എന്ന് കണ്ടിട്ട് നിങ്ങൾ കാലതാമസം വരുത്തുവാൻ നോക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ സ്വപ്നം അറിയിക്കാഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധി മാത്രമേ ഉള്ളൂ. സമയം മാറുവോളം എന്റെ മുമ്പിൽ വ്യാജവും പൊളിവാക്കും പറവാൻ നിങ്ങൾ യോജിച്ചിരിക്കുന്നു. സ്വപ്നം പറവീൻ, എന്നാൽ അർത്ഥവും അറിയിപ്പാൻ നിങ്ങൾക്ക് കഴിയും എന്ന് എനിക്ക് ബോധ്യമാകും. വർഷങ്ങളായി രാജാവ് സ്വപ്നം കാണും, ഇവരുടെ അർത്ഥം പറയും. അത് ഫൈനലാ. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. സ്വപ്നത്തിനൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി ആ അർത്ഥം അല്ലെന്ന് പറയുന്നത് വേറെ ഡിക്ഷണറി ഉണ്ടോ? അപ്പൊ പറയുന്നത് വിശ്വസിക്കാനേ പറ്റുള്ളൂ. രാജാവ് കണ്ടത് ഒരു ആന. ആന ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്നു, തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. കണ്ടുതിരിക്കട്ടെ, അർത്ഥം എന്നാ മക്കളെ? അവര് 2-3 പേരും കൂടി ആലോചിച്ചു 10 മിനിറ്റ് കഴിയുമ്പോൾ പറയാമെന്ന് പറയും. എന്നുവെച്ച് പറയും, നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ചയാണ് ഈ ആനയെ കാണിക്കുന്നത്. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ ഒരു അല്പം ക്ഷീണത്തിലേക്ക് വരും. എന്നാൽ തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതിന്റെ അർത്ഥം എത്ര ക്ഷീണിച്ചാലും ഇത് തകരുകയില്ല എന്നൊരർത്ഥം പറഞ്ഞാൽ അല്ലെന്ന് പറയാൻ ആർക്കാന്നെ അറിയാല്. ഇതാണ് ഈ സ്വപ്നത്തിന്റെ കുഴപ്പം. എന്നാൽ ഇവിടെ ഇപ്പം സംഗതി രാജാവിന് ഒരു ചെറിയ ഐഡിയ കിട്ടി. രാജാവ് പറഞ്ഞു, ഇത്ര കാലം നിങ്ങൾ അർത്ഥം പറഞ്ഞ് ഞാൻ സമ്മതിച്ചു, എന്നാൽ ഈ പ്രാവശ്യം നിങ്ങൾ സ്വപ്നം പറയണം. അത് കഴിഞ്ഞിട്ട് അർത്ഥം പറഞ്ഞാൽ സമ്മതിക്കാം. അത് ഏറ്റു. കാരണം സ്വപ്നം വല്ലതും പറയാൻ നോക്കുമോ? കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. വേറെ ഇവർ പറഞ്ഞാൽ ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞാലോ? അവിടെ ഇവര് തീർന്നു. ഇവിടെ ഒരു മർമ്മം വെളിപ്പെട്ടു. ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. വെറും തട്ടിപ്പുകൊണ്ടാണ് ഇത്രയും കാലം വന്നത്. ഇവിടെ തെളിഞ്ഞു. എന്തുകൊണ്ട് ഇത് തെളിഞ്ഞെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവൻ അപ്പുറം വന്നു. പ്രാർത്ഥിക്കുന്നവനൊരു ദേശത്ത് വന്നാൽ തന്ത്രക്കാരും മന്ത്രക്കാരും കൊഴയും, തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും കൊഴയും. പ്രാർത്ഥിക്കുന്നവനൊരു ദേശത്ത് വന്നാൽ സകല മന്ത്രവാദികളും കൊഴയും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സഹോദരി സഹോദരന്മാരെ, ഇന്നും ഈ സംഭവം ഉണ്ട്. പ്രാർത്ഥിക്കുന്നവനുണ്ടെങ്കിൽ ഇവന്റെ അഭ്യാസം പുറത്തു വരും, ഇവന്റെ തന്ത്രങ്ങൾ പോയും. ദാനിയേലും കൂട്ടരും ഒരു പ്രയർ ഗ്രൂപ്പിൽ ഈ വിഷയം വെച്ച്, ഒരു കൊച്ചു പ്രയർ ഗ്രൂപ്പിൽ, അധികം പേരൊന്നുമില്ല, 4 പേരേ ഉള്ളൂ. ഓ, എന്ന പവറാണ്! കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് വെളിപ്പെടുത്തണം. സഹോദരി സഹോദരന്മാരെ ഒന്ന് ശ്രദ്ധിച്ചേ. കൊട്ടാരത്തിൽ കിടന്ന് ഉറങ്ങിയ മനുഷ്യൻ കണ്ട സ്വപ്നം അങ്ങേര് മറന്നുപോയി. മൈലുകളപ്പുറേ ഒരു ക്വാർട്ടേഴ്സിനകത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച, ലോഡ്ജിനകത്തിരുന്ന് പ്രാർത്ഥിച്ച 4 പേരുടെ പ്രയർ റൂമിലോട്ട് കൊട്ടാരത്തിൽ കണ്ട സ്വപ്നത്തിന്റെ പ്രിന്റ് ഇറങ്ങി വന്നു. ഒറിജിനൽ പ്രിന്റ് ഇറങ്ങി വന്നു. ഇന്നിപ്പോ കമ്പ്യൂട്ടർ വന്നതുകൊണ്ട് ഇതൊക്കെ അറിയാം. അമേരിക്കയിൽ നടക്കുന്ന ഒരു സംഭവത്തിന്റെ ഫോട്ടോ സെക്കൻഡ് വെച്ച് മെയിലിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വരുത്താൻ പറ്റും. ഇതേ സംവിധാനം അല്ലേ ദൈവം അവിടെ ചെയ്തത്? രാത്രിയിൽ ആ മനുഷ്യൻ കണ്ടു മറന്ന ആ പിക്ചർ കറക്റ്റ് പ്രിന്റ് എടുത്ത് ദാനിയേലിന്റെ ഹൃദയത്തിന്റെ സ്ക്രീനിലോട്ട് ദൈവം ഇമെയിൽ ചെയ്തു. ഓ, ഈ ദൈവം ആരാണ്? ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ഇന്ന് രാത്രി സഹോദരി സഹോദരന്മാരെ, ദൈവത്തെ അറിയണം, ദൈവത്തെ അറിയണം, ദൈവത്തെ അറിയണം. ദാനിയേലിന് ദൈവത്തെ ശരിക്കും മനസ്സിലായി. ഇതൊന്നും മുൻകാല പരിചയങ്ങളല്ല. ഈ പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, അത് വെളിപ്പെട്ടു വന്നു. അപ്പൊ മനസ്സിലായി, പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല, ദൈവസന്നിധിയിൽ വെച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല, വെളിപ്പെടാത്ത ഒരു കാര്യവുമില്ല. അപ്പോൾ
ദൈവത്തെ അറിയാൻ തുടങ്ങി, കൂടുതൽ കൂടുതൽ അറിയാൻ തുടങ്ങി. ഇതാണ് ദാനിയേൽ ഉറച്ചു നിൽക്കാൻ കാരണം. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം വർദ്ധിക്കത്തക്ക ഏതെങ്കിലും കാരണങ്ങളുണ്ടോ? ഏതെങ്കിലും വ്യക്തമായ അറിവോ ബോധ്യമോ നമുക്കുണ്ടോ? നിന്റെ ദൈവത്തിന് എന്തൊരു കഴിവുണ്ട്? നിന്റെ ദൈവത്തിന് എന്തെല്ലാം കഴിയും? നിന്റെ ദൈവത്തിന് എവിടം വരെ കാണാൻ പറ്റും? നിന്റെ ദൈവത്തിന് എവിടം വരെ നോക്കാൻ പറ്റും? നിന്റെ ദൈവത്തിന് എവിടെയല്ല, നിന്റെ ദൈവത്തിന് ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റും? ആഴത്തിൽ ദൈവത്തെ അറിയുക, അവൻ ഉറച്ചു നിൽക്കും. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ് 2-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ടത്. 3-ാം അധ്യായത്തിലോ, 3-ാം അധ്യായം ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ഇതൊരു ചെറുതായിട്ടൊരു വ്യത്യാസത്തിൽ അത് വായിക്കണം. ഞാൻ പറയാം. രാജാവെ ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. അഥവാ വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. കഴിയുമെങ്കിൽ വിടുവിക്കട്ടെ എന്നുള്ള തർജ്ജമ അങ്ങനെയല്ല. കറക്റ്റ് വരുമ്പോ ഇതുപോലെ വരും. ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. അഥവാ ഇപ്പോൾ അവൻ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തി ബിംബത്തെ നമസ്കരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഉടനെ അദ്ദേഹത്തിന് മറുപടി എന്നാ വായിച്ചേ. അപ്പോൾ നെബൂഖദ്നേസറിന്റെ കോപം മുഴുത്തു. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂടുപിടിപ്പാൻ അവൻ കൽപ്പിച്ചു. അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ മതി 1-ാം അധ്യായത്തിലെ വിഷയം 3-ാം അധ്യായത്തിലെ വിഷയം വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. 1-ാം അധ്യായത്തിലെ വിഷയം ഭക്ഷണം, നോൺ വെജ് മാറ്റി വെജിറ്റേറിയനിലേക്ക് പോയി ഒരു തീരുമാനം എടുത്തോളൂ. അതിനകത്ത് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല, പിടിച്ചു നിൽക്കാവുന്ന കാര്യവും. മാത്രമല്ല അത് ദൈവം പ്രവർത്തിച്ചതാണോ എന്ന് ചിലപ്പോ പിന്നീട് സംശയം വരും. എന്നാൽ 2-ാം അധ്യായം അങ്ങനെയല്ല, കുറച്ചുകൂടെ പവറാ. എന്നാലും 3-ാം അധ്യായം വന്നപ്പോഴാണ് സംഗതി മാറിയത്. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ഇവിടെ വന്നിരിക്കുന്നത് അഗ്നിയാണ്. അഗ്നി, തീയാണ്. തീക്കകത്തോട്ട് ഇവരെ ഇടുമെന്നാ പറയുന്നത്. ഈ വിഗ്രഹത്തെ ആരാധിച്ചില്ലെങ്കിൽ ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ഈ മനുഷ്യർക്ക് ദൈവത്തെ അറിയാമോ? അറിയാം. ദൈവം തീക്കകത്ത് ഇറങ്ങി വരുമെന്ന് അറിയാമോ? അങ്ങനെയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് വിടിയിക്കുന്നെങ്കിൽ വിടിയിക്കട്ടെ. അല്ല, ഞങ്ങൾ രക്തസാക്ഷിയാകാൻ തയ്യാറാണ്. രക്ഷപ്പെടുമെന്ന് ഓർത്താണോ ഇവർ തീയിലോട്ട് പോയത്? ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഓർത്താണോ അതിലോട്ട് പോയത്? ഒന്നുമല്ല. ഇതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഭയങ്കര സംഭവമാണ്. തീക്കകത്തോട്ട് അവരെ കൊണ്ടുപോയി. എന്തിനാ ഈ തീച്ചൂള 7 മടങ്ങ് ചൂട് കൂട്ടിയത്? അതാ ഏറ്റവും വലിയ മണ്ടത്തരം. ഒരു മനുഷ്യന് പൊള്ളാൻ സാധാരണ തീ പോരെ, എന്തിനാ തീച്ചൂള ചൂട് കൂട്ടുന്നത്? ഇവർക്ക് പേടിയാ. ഇവര് സാധാരണ മനുഷ്യരല്ല. സാധാരണ തീക്കകത്ത് ഇവര് വേഗിയാണെന്നൊരു സംശയം. തീച്ചൂള ചൂട് കൂട്ടി ഭയങ്കര ചൂടാക്കി. പിടിച്ചോണ്ട് പോയ ആളുകൾ കരിഞ്ഞുപോയി, കൊണ്ടുപോയ ആളുകൾ കരിഞ്ഞുപോയി. ഇവർക്കൊന്നും പറ്റിയില്ല. ഇതിനകത്തൊരു ആത്മീയ മെസ്സേജ് ഉണ്ട്. തീക്കകത്തൂടെ നടക്കുന്ന ഭക്തന് ദൈവം പ്രൊട്ടക്ഷൻ കൊടുക്കും. എന്നാൽ കണ്ടു നിൽക്കുന്നവർക്ക് പൊള്ളും. ധാരാളം അനുഭവങ്ങൾ പറയാം. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയാം. ഇപ്പോൾ തോമസ് എന്ന മനുഷ്യൻ കഷ്ടതയുടെ കഠിന തീച്ചൂളയിലൂടെ പോകാന്നിരിക്കട്ടെ. ലില്ലി എന്ന സഹോദരി കഷ്ടതയുടെ കഠിന തീച്ചൂളയിലൂടെ പോകാന്നിരിക്കട്ടെ. ആ വ്യക്തിക്ക് ദൈവം അഡ്വാൻസ് കൃപ കൊടുക്കും, ശക്തി കൊടുക്കും. അവർക്ക് കൊള്ളത്തില്ല.
കാണാൻ പോകുന്നത് നമുക്ക് പൊള്ളും. കാരണം നമുക്ക് പേടിയാവും. ഞാൻ എറണാകുളം ആശുപത്രിയിൽ ആക്സിഡന്റ് കിടക്കുമ്പോൾ ഭയങ്കരമായിട്ട് കെട്ടി, മുറിവെല്ലാം കാരണം ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞിട്ടിരിക്കുമ്പോൾ എന്റെ സഹപ്രവർത്തകനായ പാസ്റ്റർ സാം എന്നെ കാണാൻ കയറി വന്നു. പുള്ളി നല്ല ആരോഗ്യവാനാണ്, കരുത്തനായ ഒരു മനുഷ്യനാണ്. പുള്ളി കയറി വന്ന എന്റെ റൂമിലോട്ട് കയറി എനിക്ക് കൈ തരാൻ ഇങ്ങനെ കൈ നീട്ടി പുള്ളി തലറി താഴെ. കൂടെയുള്ള സഹോദരന്മാരെ പുള്ളി പിടിച്ചെഴുന്നേൽപ്പിച്ച് അവിടെ തന്നെ ഡോക്ടറെ കാണിച്ച് രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോയി. എന്താ സംഭവം? ഞാൻ കടന്നു പോകുന്ന അഗ്നിക്കകത്ത് ദൈവം എനിക്ക് ബലം തന്നു. എന്നാൽ അതിനു മുമ്പേ, ഞാൻ ഇതിനകത്തോട്ട് പോണതിന് മുമ്പ് ദൈവം എന്നെ ശക്തിപ്പെടുത്തി. ഞാൻ ഇതിനകത്ത് വീഴുന്നതിന് മുമ്പ് ദൈവം എനിക്ക് ബലം തന്നു. സഹോദരി, നീ കടന്നു പോകുന്ന 2008 അനുഭവങ്ങൾ അതിനു മുമ്പ് ദൈവം അറിഞ്ഞിരുന്നു. അവൻ നിനക്ക് പവർ തന്നു, അവൻ നിനക്ക് ശക്തി തന്നു. അതുകൊണ്ടാണ് നീ നിൽക്കുന്നത്. എന്നാൽ കണ്ടു നിൽക്കുന്നവർക്ക് നിൽക്കാൻ പറ്റുകയില്ല. കണ്ടു നിൽക്കുന്നവർ തളർന്നു പോകും. കണ്ടു നിൽക്കുന്നവർ ചിലപ്പോൾ വീണു പോകും. ഇതാ ഈ ചെറുപ്പക്കാരെ തീക്കാത്ത കൊണ്ടിട്ട് അവര് തീക്കാത്തോടെ നടക്കുക. കൊണ്ടുപോയവർ കരിഞ്ഞുപോയി. എന്താണ് ദാനിയേൽ കുറിച്ച് പറയുന്നത്? തീക്കകത്ത് നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ഈ ദാനിയേൽ 3 സംഭവം നടന്നതാണോ? നടന്ന. ഇന്ന് നടക്കുമോ? നടക്കും. ദൈവത്തിന് ഹിതമെങ്കിൽ ഇതോ ഇതിലപ്പുറമോ ചെയ്യാൻ ഇന്ന് രാത്രിയിലും ദൈവത്തിന് കഴിയും. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ വിശുദ്ധന്മാരും, മുഴുവൻ സഹോദരി സഹോദരന്മാരും, പുതുതായി വചനം കേൾക്കുന്നവരും അറിയുക, തീയുടെ ബലം കെടുത്താൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. വിശുദ്ധന്മാരെ തീക്കകത്ത് പരിപാലിച്ച ഒരു ദൈവം ജീവിക്കുന്നു. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഉറച്ചു നിൽക്കണമെങ്കിൽ അറിവ് വർദ്ധിച്ചു വരണം. 4-ാം അധ്യായം 25-ാം വാക്യം വായിക്കാം. 4-ാം അധ്യായം 17-ഉം 25-ഉം വായിക്കാം. അത്യുല്യനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നുവെന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. 26 വൃക്ഷത്തിന്റെ താഴ്വേർ വെച്ചേക്കുവാൻ അവർ കൽപ്പിച്ചതോ വാഴുന്നത് സ്വർഗമാകുന്നു എന്ന് തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ച ശേഷം രാജ്യത്വം തിരുമേനിക്ക് സ്ഥിരമാകുമെന്നത്രേ. 4-ാം അധ്യായത്തിൽ ദാനിയേൽ പറയുന്നത് വാഴുന്ന ദൈവം, റൂൾ ചെയ്യുന്ന ദൈവം, ഭരിക്കുന്ന ദൈവം, രാജാക്കന്മാരെ മാറ്റുന്ന ദൈവം, രാജാക്കന്മാരെ നിയമിക്കുന്ന ദൈവം, കാലാവസ്ഥയെ മാറ്റുന്ന ദൈവം, ലോകത്തെ നിയന്ത്രിക്കുന്ന ദൈവം, വാഴുന്നത് സ്വർഗമാകുന്നു. നിങ്ങളുടെ മുകളിൽ ഒരു ഭരണാധിപൻ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുകളിൽ ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങൾ ജനിക്കുന്നുണ്ടോ? കുടുംബത്തിൽ നിങ്ങൾക്ക് നീതി കിട്ടാതെ പോകുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഓഫീസിൽ നിന്റെ മുകളിലിരിക്കുന്ന ആൾ നിന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ടോ? എങ്കിൽ വിശ്വസിക്കുക, വാഴുന്നത് സ്വർഗമാണ്. വാഴുന്നത് സ്വർഗമാണ്. വാഴുന്നത് സ്വർഗമാണ്. പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ മാറുന്നത്. പെട്ടെന്നായിരിക്കും ഗവൺമെന്റ് മാറുന്നത്. പെട്ടെന്നായിരിക്കും ഭരണങ്ങൾ മാറുന്നത്. പെട്ടെന്നായിരിക്കും ഓഫീസ് തകിടം മറിയുന്നത്. വിശ്വസിച്ചോ, കാര്യങ്ങൾ മാറ്റുന്നൊരു ദൈവമുണ്ട്. കാര്യങ്ങൾ മാറ്റി മറിക്കുന്ന ഒരു ദൈവമുണ്ട്. കാര്യങ്ങൾ മാറ്റി മറിക്കുന്ന ഒരു ദൈവമുണ്ട്. കാര്യങ്ങൾ തകിടം മറിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരും ഒരിടത്തും ആരും അധികം കാലം ഇരിക്കില്ല. ആരോഗ്യമുള്ളവരെ ഭയപ്പെടണ്ട. അധികാരത്തിൽ ഇരിക്കുന്നവരെ ഭയപ്പെടണ്ട. ധനവാന്മാരെ ഭയപ്പെടണ്ട. ഇതെല്ലാം പെട്ടെന്ന് മാറിപ്പോകും. ഇതെല്ലാം പെട്ടെന്ന് മാറിപ്പോകും. വാഴുന്നത് സ്വർഗമാണ്. വാഴുന്നത് സ്വർഗമാണ്.
ഈ രാജാവിനെ പുല്ല് തിന്നുന്ന കാളയെ പോലെയാക്കി. എന്താ ദൈവം, എന്താ ദൈവം, എന്താ ദൈവം! അവന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി. ചപ്പും കാടും പറിച്ചു നിന്ന, നഖവും മുടിയും വലുതാക്കി മൃഗത്തെ പോലെ നടത്തി. എന്നിട്ട് ഭരിക്കുന്നത് ഞാനാണെന്ന് നീ അറിഞ്ഞോ? എങ്കിൽ തിരിച്ചു പോരെ. ഭരിക്കുന്നത് ഞാനാണെന്ന് നീ അറിഞ്ഞോ? എങ്കിൽ തിരിച്ചു പോരെ. ഏതെങ്കിലും ഒരു പൊസിഷൻ നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കസേര നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ ഭയത്തോടെ അത് ഇരുന്നോണം. ഇല്ലെങ്കിൽ ദൈവം മറിക്കും. ഇതിനകത്ത് ഓർത്തുകൊള്ളുക, കസേരകളിൽ ഇരിക്കുമ്പോൾ, സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ, പൊസിഷൻ കിട്ടുമ്പോൾ ഭയത്തോടെ ഓർത്തുകൊള്ളണം. അത് മാറിക്കാൻ അധികം നേരം വേണ്ട. വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്. ഹല്ലേലൂയ. ഇതൊക്കെ വാഗൊണ്ട് പറയുകയല്ല, എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്, എത്രയോ സന്ദർഭങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ വിഷയങ്ങൾ തെളിയിക്കുന്നത് എന്റെ അനുഭവം കൊണ്ടാ. ഞാൻ ഒത്തുവാക്യം മാത്രം ഉപയോഗിച്ചല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ന്യായമായി കിട്ടേണ്ട ഒരു അഡ്മിഷൻ, ന്യായമായിട്ട് റൈറ്റാണ് കിട്ടേണ്ട ഒരു അഡ്മിഷൻ അന്ന് അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പൽ തരികയെന്ന് പറഞ്ഞു. എന്റെ ഭാര്യ പോയി ചോദിച്ചപ്പോ പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞാൽ തരികയെന്നു. എന്നിട്ട് എന്റെ ഭാര്യ മൊത്തം ഒന്ന് നോക്കിയപ്പോ മനസ്സിലായി ഏതാ വകുപ്പെന്ന്. എന്നാ കൊച്ചിന്റെ അപ്പന് ജോലി? പാസ്റ്റർ. ഓ, പാസ്റ്ററുടെ പിള്ളേരെന്തിനാ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നേ? ചോദിക്കുക. ഇതെന്തിനാ അദ്ദേഹം ചോദിക്കുന്നേ? ഇതാ ഒരു സ്റ്റാൻഡേർഡ്, ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്. അതാ നിങ്ങളിങ്ങനെ ട്രാൻസ്ലേറ്റ് ഒക്കെ പോകുന്നവരല്ലേ, സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുക നല്ലതെന്ന് ഞങ്ങളെ ഉപദേശിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന കംപ്ലൈന്റ് ഇതാണ്. അഡ്മിഷന്റെ സമയം തീരാറുമായി. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് മുമ്പ് മനുഷ്യനെ കുറെ പേരെ ഫോൺ ചെയ്തൊക്കെ പറഞ്ഞു നോക്കി, ഗുണമൊന്നും കിട്ടിയില്ല. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിൻസിപ്പളിന്റെ മുകളിൽ ഒരു പ്രിൻസിപ്പൾ ഉണ്ട്, ഇൻസ്പെക്ടർക്ക് മുകളിൽ ഒരു ഇൻസ്പെക്ടർ ഉണ്ട്, പാസ്റ്റർക്ക് മുകളിൽ ഒരു പാസ്റ്റർ ഉണ്ട്, ഭരണാധിപന് മുകളിൽ ഒരു ഭരണാധിപനുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഭരിക്കുന്നത് ദൈവമാണ്. കഠിനമായ ചൂടിലായിരുന്നു രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുന്നു. ഞാൻ അധികം നീട്ടത്തില്ല. ഒരു രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അന്ന് പ്രേരണ കിട്ടി. ഞാനന്ന് പള്ളിക്കകത്ത് കയറിപ്പോയി. പ്ലേസോമിൽ ഇരുന്നില്ല, ഫെയ്ത്തോമിൽ ഇരുന്നില്ല. വെളുക്കുന്നവരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. നേരെ വെളുത്തപ്പോൾ എനിക്കൊരു വാചനം കിട്ടി. എനിക്ക് മനസ്സിലായി സംതിങ് എന്തോ നടക്കാൻ പോവാം. ഞാനൊരു 10:30 മണിയായപ്പോൾ ഈ സ്ഥാപനത്തിലോട്ട് ചെന്നു. ഇതിനുമുമ്പ് ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. എന്നെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ പഠിപ്പിച്ചോണ്ടിരുന്ന ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നു. പുള്ളി ഒരു സീനിയർ ക്ലാസ് എടുക്കുന്നുണ്ട്. വന്നിട്ട് ചോദിച്ചു, പ്രിൻസിപ്പളെ കാണാനാണോ വന്നേ? അതെ. മുകളിലാണ് ഓഫീസ്, മുകളിലേക്ക് പോകും, ഞാൻ വന്നേക്കാം. ഞാൻ മുകളിൽ ചെന്നപ്പോൾ ഒരു 30 പേരെങ്കിലും അവിടെ ക്യൂ ഉണ്ട്. ഈ മനുഷ്യൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നു. അവിടെ ക്യൂ നിന്നവർ എന്നോട് പറഞ്ഞു, പുള്ളി ഇനി ക്ലാസ് കഴിയാതെ വരത്തില്ല. പുള്ളി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നു. ഈ 30 പേരെ അവിടെ നിർത്തിട്ട് എന്നെ അകത്ത് കയറ്റിയിരുന്നു. എന്താ വന്നേ? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന കുട്ടിയുടെ ഫാദറാ, ഒരു അഡ്മിഷൻ വേണ്ടി ഇന്നലെ ഇവിടെ വന്നു, അപ്പൊ കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അയ്യോ, അതിന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നു, ഇവിടെ വരെ വരണ്ടായിരുന്നു. എനിക്കിന്നും ഇത് മനസ്സിലാകുന്നില്ല. എനിക്കിതിന്റെ മർമ്മം ഇപ്പോഴും പിടികിട്ടില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കും. ഞാൻ പാസ്റ്ററാന്ന് ഈ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. ഭാര്യയോടുള്ള വർത്തമാനത്തിന് പിടികിട്ടതേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, തലരാത്രി അയാൾ സ്വപ്നം കണ്ടു കാണും, തലരാത്രി ഒരു ദർശനത്തിൽ കണ്ടു കാണും. ഈ വിഷയത്തിൽ ഇടപെട്ടേ പറ്റൂ എന്ന് അയാൾക്ക് വെളിപ്പാട് കിട്ടി കാണും. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് സ്വപ്നം കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഇന്നേ രാത്രി സ്നേഹിക്കുന്നത്. ദൈവത്തെ അറിയുക. എനിക്ക് സംശയമായി, വേറെ വല്ലവരുടെ കൊച്ചിന്റെ കാര്യമായിരിക്കും ഉള്ളി പറയുന്നത്. ഞാൻ വീണ്ടും പേര് പറഞ്ഞു, ഇന്നലെ വന്ന ആ പേരന്റെ ഈ വന്നിരിക്കുന്നത്. സോറി, അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. അപ്പൊ ഇനി ഞാൻ എന്നാ ചെയ്യണ്ടേ? പാസ് ഒന്നും ചെയ്യണ്ട, കുട്ടിയെ വിട്ടാൽ മതി.
എന്താ ഈ പറയുന്നേ? ഞാനോർത്ത് പൈസയ്ക്ക് വേണ്ടിയാണ്. ഞാൻ രാവിലെ വീട്ടിൽ ചെന്ന കുട്ടിയെ പറഞ്ഞു വിട്ടു. കുട്ടി ചെന്നപ്പോൾ ഈ പ്രിൻസിപ്പൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്ന കുട്ടിയെ കയ്യെ പിടിച്ച് ക്ലാസ് റൂമിൽ കൊണ്ടുപോയിച്ച് ക്ലാസ് ടീച്ചറോട് പറയാ, ഇതൊരു ന്യൂ അഡ്മിഷൻ ആണ്, സ്പെഷ്യൽ കെയർ കൊടുത്തേക്കണോ. ശ്രദ്ധിച്ചു കേട്ടോ? തലേ ദിവസം ഭാര്യ പോയപ്പോ അഡ്മിഷൻ കിട്ടിയെങ്കിൽ സ്പെഷ്യൽ കെയർ കിട്ടുമോ? ഒന്ന് ചുറ്റിക്കിറക്കി വന്നപ്പോ ഇപ്പൊ സ്പെഷ്യൽ കെയർ ആയില്ലേ? അപ്പൊ പ്രിൻസിപ്പലിന്റെ സ്പെഷ്യൽ അറ്റൻഷനുള്ള കൊച്ചായില്ലേ? വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്. കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. നിങ്ങൾ ഏതെങ്കിലും ഓഫീസ് സംബന്ധമായ വിഷയത്തിൽ കുഴഞ്ഞാണെങ്കിൽ അതിവിടെ വന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങളോട് ദൈവത്തിന് പറയാനുണ്ട്, അതിന് മുകളിൽ ഒരു ഓഫീസുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പേപ്പർ വർക്കിൽ വല്ലാതെ കുഴഞ്ഞാണ് നിങ്ങൾ അതിവിടെ ഇരിക്കുന്നത് എങ്കിൽ അതിന് മുകളിൽ ഒരു ഓഫീസുണ്ട്, അതിന് മുകളിൽ ഒരു ഓഫീസുണ്ട്, അതിന് മുകളിൽ ഒരു ഓഫീസുണ്ട്, ഓഫീസുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നടക്കുക എന്ന് പറഞ്ഞ എത്രയോ കാര്യം നടന്നിട്ടുണ്ട്, എഴുതിത്തള്ളി എത്രയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഓ, ദൈവത്തെ അറിയുന്നവൻ. ആകാശം ഇടിഞ്ഞ് വീഴുന്നെന്ന് പറഞ്ഞാലും ദൈവഭക്തൻ പറയും കുഴപ്പമില്ല, ദൈവത്തിന് അതിനൊരു വഴിയുണ്ട്, ദൈവത്തിന് അതിനകത്തൊരു ഉദ്ദേശമുണ്ട്. എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. വാഴുന്നത് സ്വർഗമാണ് എന്ന് ഈ മനുഷ്യൻ കണ്ടെത്തി. Praise the Lord. Praise the Lord. Hallelujah. 5-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം എന്ത് കണ്ടെത്തി? 5-ാമത്തെ അധ്യായം എടുക്കാം. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 26, 27, 28, 29, 30 വായിച്ചു. കാര്യത്തിന്റെ അർത്ഥമാവിത്, മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവനായി കണ്ടിരിക്കുന്നു. പെരേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് വേദ്യർക്കും ഭാസികൾക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബേസസിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ച് അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴുമെന്ന് അവനെ കുറിച്ച് പ്രസിദ്ധമാക്കി. 5-1 മുതൽ വായിക്കാം. ബേൽശസ്സർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്ന് ഒരുക്കി അവർ കാണുക വീഞ്ഞു കുടിച്ചു. ബേൽശസ്സർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അഹങ്കാരം മൂത്ത ഒരു രാജാവ് അഹങ്കാരത്തിന്റെ അത്യുച്ച കോടിയിലെത്തിയിരിക്കുകയാണ്. ഇത് വീട്ടിൽ പോയി ഒന്ന് വായിക്കണം. പുതിയതായിട്ടൊക്കെ വരുന്നവർ പ്രത്യേകം വായിക്കണം. ഈ ഭയങ്കര പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാക്യം 5 വായിക്കാം. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചൂരിന്റെ വെള്ളമേൽ എഴുതി. ഭിത്തിയേല് ഭയങ്കര ഡിന്നർ നടക്കുമ്പോൾ പെട്ടെന്നൊരു കൈ മാത്രം ഭിത്തിയെ വരിക. കൈ യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. ആ കൈ ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി നീട്ടിയ, ആ കൈ ഇന്ന് രാത്രി ചില കുടുംബത്തിന് വേണ്ടി നീട്ടിയ, ആ കൈ ഇന്ന് രാത്രി വ്യക്തികൾക്ക് വേണ്ടി നീട്ടിയ, ആ കൈ ഇന്ന് രാത്രി സഭയ്ക്ക് വേണ്ടി നീട്ടിയ, ആർക്ക് തടയാൻ കഴിയും? ആർക്ക് തടയാൻ കഴിയും? ഇതാ ഒരു കൈ, വെറും കൈ. ഭിത്തിയിൽ എഴുതുക. വായിച്ചേ. എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടെ ഏപ്പ് അഴിഞ്ഞ് കാൽമുട്ടകൾ ആടിപ്പോയി. ഇതാ ദൈവം. കേൾക്കുന്നുണ്ടോ? ഇതാ ദൈവം. ദൈവത്തെ അവൻ കണ്ടില്ല, ദൈവശബ്ദം കേട്ടില്ല, കൈപ്പത്തി കണ്ടേ ഉള്ളൂ. നിഴല് കണ്ടപ്പോൾ വലിയ ധനവാനായ രാജാവ് വരണ്ടുപോയി. വാക്യം 6 ഒന്നുകൂടെ വായിച്ചേരെ. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. ഓ പ്രൈസ് ദി ലോർഡ്. അരയുടെ ഏപ്പുകൾ അഴിഞ്ഞു.
കാൽമുട്ടുകൾ ആടിപ്പോയി. നീ ആരെയാ സേവിക്കുന്ന നിന്നെ രാത്രി ഒന്നുകൂടി അറിയണം. ഇന്നലെ ഞാൻ വായിപ്പിച്ച വാക്യം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഒരു കൈപ്പത്തി നിൽക്കുക വന്നപ്പോൾ ഇത്രയായെങ്കിൽ അവൻ ഇടപെട്ടാൽ ആര് നിൽക്കും? എഴുതി എഴുത്ത് വായിക്കാൻ ആർക്കും അറിയത്തില്ല. എഴുതി എഴുത്ത് വായിക്കാൻ ആർക്കും അറിയത്തില്ല. അഭിഷേകമുള്ളവനെ കൊണ്ടുവരേണ്ടി വന്നു. വാക്യം 26. കാര്യത്തിന്റെ അർത്ഥമാവിത് എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം വേണ്ടി അതിനെ അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ ഉല്ലാസിൽ നിന്നെ തൂക്കി കുറവനായി കണ്ടിരിക്കുന്നു. പെരേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും ദാസികൾക്കും കൊടുത്തിരിക്കുന്നു. മേനെ മേനെ തെക്കേൽ ഉഫർസിൽ ഇത്രേ ഉള്ളൂ. മേനെ മേനെ എന്ന് 2 പ്രാവശ്യം ദാനിയേലിന് വ്യാഖ്യാനം വെച്ച് എടുക്കുകയാണ്. എണ്ണി എണ്ണി തൂക്കി ദണ്ഡിച്ചു നാക്കാം. എണ്ണുന്ന ദൈവം, തൂക്കുന്ന ദൈവം, ഖണ്ഡിക്കുന്ന ദൈവം. ഇന്ന് രാത്രി കുറിച്ചിട്ടോ, എണ്ണുന്നൊരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തെ തൂക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തെ തൂക്കുന്നൊരു ദൈവമുണ്ട്. അധികം കാലം നമുക്കാരെയും കളിപ്പിക്കാൻ പറ്റുകയില്ല. അധികം കാലം ഒളിച്ചു വെക്കാൻ പറ്റുകയില്ല. ദൈവം നിന്നെ എണ്ണും, ദൈവം നിന്നെ തൂക്കും. ഭയപ്പെടുക, വിശുദ്ധിയിൽ ജീവിക്കുക. കാണുന്നൊരു ദൈവമുണ്ട്. കുറെ കാലമൊക്കെ ക്ഷമിക്കും, കുറെ കാലമൊന്നും ദൈവം എണ്ണത്തില്ല. പെട്ടെന്നായിരിക്കും ന്യായവിധിയുടെ കൈപ്പത്തി ഇറങ്ങി വരുന്നത്. പെട്ടെന്നായിരിക്കും ന്യായവിധിയുടെ കൈപ്പത്തി ഇറങ്ങി വരുന്നത്. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ദാനിയേൽ ദൈവത്തെ അറിഞ്ഞത് ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ ഉയർച്ചയിലേക്കാണ്. അടുത്ത അധ്യായത്തിൽ അടുത്തൊരു സംഭവമാണ്. അടുത്ത അധ്യായത്തിൽ അടുത്തൊരു സംഭവമാണ്. സിംഹത്തിന്റെ വായടയ്ക്കുന്ന ദൈവമാണ് അടുത്ത അധ്യായത്തിൽ കാണുന്നത്. ഇങ്ങനെ വന്നപ്പോ ദാനിയേലിന് ഭയങ്കര ധൈര്യമായി. ഇനി എന്ത് വന്നാലും പ്രശ്നമില്ല, അവൻ ദൈവത്തെ അറിയാം. ഇതാണ് 11-ാം അധ്യായത്തിൽ എഴുതിയത്. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ഞാൻ ഈ സന്ദേശം ഇവിടെ ചുരുക്കട്ടെ. ദൈവത്തെ അറിയുവാൻ നമുക്ക് ഇന്ന് രാത്രി ഒന്നുകൂടെ നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കാം. അവൻ ഉറച്ചു നിൽക്കും, അവൻ പ്രവർത്തിക്കും. ഈ ദൈവത്തെ അറിയുന്നതിൽ പൗലോസിന്റെ മനോഭാവം ഒന്നുകൂടെ കാണിക്കാം. ഫിലിപ്പിയ ലേഖനം 3:9 വായിക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോടെ അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേയനെയും മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറാൻ എണ്ണുന്നു. ഒന്നുകൂടെ വായിച്ചാൽ പുതിയ നിയമത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വേദഭാഗങ്ങളൊന്നാണത്. ഞാൻ എപ്പോഴും വായിച്ചു നോക്കുന്ന ഒരു ഭാഗമാണ്. ഒന്നുകൂടെ വായിച്ചത്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിന്റെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും മതി. പൗലോസേ, നീ എന്തായി പറയുന്നേ? എനിക്ക് അവനെ അറിയണം. എനിക്ക് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയണം. എനിക്ക് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം. അപ്പൊ നിനക്കറിയില്ലേ? അറിഞ്ഞു വന്നപ്പോഴാണ് ഇനി അറിയണമെന്ന് എനിക്ക് മനസ്സിലായത്. അറിഞ്ഞപ്പോഴാണ് അറിഞ്ഞില്ലെന്ന് ഞാൻ അറിഞ്ഞത്. യേശുവിനെ അറിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. നമുക്ക് മനസ്സിലാവും. ഒറ്റ പ്രാർത്ഥനയോടും എനിക്ക് അവനെ അറിയണം, എനിക്ക് അവനെ കുറച്ചുകൂടി അറിയണം, എനിക്ക് അവനെ ഒന്നുകൂടി അറിയണം, എനിക്ക് അവനെ ഒന്നുകൂടി അറിയണം, എനിക്ക് അവനെ ഒന്നുകൂടി അറിയണം, എനിക്ക് അവനെ ഒന്നുകൂടി അറിയണം. അതിന് നമ്മൾ ശ്രമിക്കും.
അറിയുന്നവൻ ഉറച്ചു നിൽക്കും. അറിയുന്നവൻ ഉറച്ചു നിൽക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 28 27 20 വായിക്കാം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ട് ഇരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും മറ്റുപോയി. വളരെ നാൾ എന്ന് പറഞ്ഞാൽ 14 ദിവസം. വായിച്ചു. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം വളരെ പട്ടിണി കിടന്നു. ഇത് കപ്പലിലാണ്. പൗലോസ് തടവുകാരനാണ്. റോമിലേക്ക് പോവുകയാണ്. കൊടുങ്കാറ്റടിച്ചു. നടുക്കടലിൽ കിടക്കുകയാണ്. 2 ആഴ്ചയായി. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവിടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പൗലോസ് എഴുന്നേറ്റ് നിന്നു. പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാവുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നതൊക്കെയും. ഇതിനു മുൻപ് പല അനുഭവങ്ങൾ പൗലോസിനുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഈ കടലിൽ പ്രയോജനമില്ല. ഇതിനു മുമ്പ് അവൻ കണ്ടിട്ടുള്ള 10,000 മിറക്കിൾ ഈ കടലിൽ പ്രയോജനമില്ല. നമ്മൾ പലതും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ദൈവം ഇറങ്ങി വന്നാലേ ഇന്ന് നമുക്ക് ധൈര്യം കിട്ടത്തുള്ളൂ. ഇന്ന് ദൈവത്തിന്റെ കൈ നമ്മുടെ മേൽ വന്നാലേ ഇന്ന് നമുക്ക് ബലം കിട്ടത്തുള്ളൂ. വായിക്കുമ്പോൾ നിസാര, സൂര്യനെയും ചന്ദ്രനെയും കണ്ടില്ലെന്ന് എന്ന് പറഞ്ഞാൽ രാത്രി തന്നെ രാത്രി. എത്ര ദിവസം? 14 ദിവസം. 14 ദിവസം ഇരുട്ട് മാത്രം. ഒന്ന് സങ്കല്പിക്കാവോ? പുറം കടല്, കൊടും തണുപ്പ്. മരിക്കുന്ന ഇതിനേക്കാൾ നല്ലത്. എല്ലാരും പട്ടിണി കിടക്കുക. പൗലോസിനെ കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. എല്ലാവരും പട്ടിണി കിടന്ന് വിറയ്ക്കുക. ദൈവത്തെ അറിയുന്നവൻ മാത്രം ഉറച്ചു നിൽക്കുക. ദൈവത്തെ അറിയുന്നവൻ മാത്രം ഉറച്ചു നിൽക്കുക. അവൻ എഴുന്നേറ്റു. നിങ്ങൾ വിഷമിക്കണ്ട. ഇന്നലെ രാത്രി ഒരാൾ എന്റെ അടുത്ത് വന്നു. ഞാൻ സേവിക്കുന്നവൻ, എന്റെ ഉടയവൻ ഇന്നലെ രാത്രി എന്റെ അടുത്ത് വന്നു. ഇന്നലെ രാത്രി എന്റെ അടുത്ത് വന്നു. പേടിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഓ, ഈ ദൈവത്തെയാണോ സേവിക്കുന്നത്? ഈ ദൈവത്തെയാണോ സേവിക്കുന്നത്? ഏത് കടലിലും ഏത് കാട്ടിലും ഏത് പ്രതിസന്ധിയിലും ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് ഞാൻ ഇന്ന് രാത്രി സേവിക്കുന്നത്. പൗലോസ് പേടിക്കണ്ട. ഒരു ശക്തമായ വാക്യം എവിടെയുണ്ട്? 25:26. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഈ സന്ദേശത്തോടെ അവസാനിപ്പിക്കുമ്പോൾ ഈ വാക്യം എല്ലാവരും ഒന്ന് ഏറ്റുപറയാൻ ശ്രമിക്കണം. എന്നോട് പറഞ്ഞാട്ടെ, അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കിടക്ക് മുമ്പിൽ എഴുതി വെച്ചോണം. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിന്നോട് വല്ല ദൂതും ദൈവം പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് വല്ല വചനം ഇടപെട്ടിട്ടുണ്ടോ? നീ വല്ല ദർശനം കണ്ടിട്ടുണ്ടോ? നിന്നോട് വല്ല പ്രവചനവും പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് രാത്രി എഴുതിക്കോ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന്. ഇന്ന് രാത്രി ചൂട് സാരമില്ല. അതിനേക്കാൾ വലിയ ചൂട് ദൈവത്തിന്റെ തീ നമ്മളെ കത്തട്ടെ. അതിനേക്കാൾ വലിയ തീ രാത്രി കത്തട്ടെ. എന്നേശു ജീവിക്കുന്നു, ആയതിനാൽ ഞാൻ ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്ന